നമ്മുടെ അതീത ചിന്തയ്ക്കകത്ത് വരുന്ന ഒരു പാർട്ടാണ് ഈ പറയുന്ന ആശയ ചിത്രീകരണം അഥവാ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. എന്താണ് കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ കോൺസെപ്റ്റ് മാപ്പ്? നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പഠിപ്പിക്കും, പ്രത്യേകിച്ച് സയൻസിനും സോഷ്യലിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഈ കോൺസെപ്റ്റ് മാപ്പ്, ശരിയല്ലേ? ആശയ രൂപീകരണം എന്നൊക്കെ നമ്മൾ പറയുന്ന വലിയ വലിയ സാധനങ്ങൾ, ഇതിപ്പം വെള്ളം, ജലസ്രോതസ്സുകൾ, അല്ലേ? ഏതൊക്കെയുണ്ട് നമുക്കറിയാം. കിണർ, കുളം, അതുപോലെ തന്നെ അരുവി, തടാകം, അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ പറയും ശുദ്ധജല സ്രോതസ്സുകൾ, ഇല്ലേ? അതേതാണ്? കിണർ, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ എഴുത്തില്ലേ, ഒരു ആശയത്തെ നമ്മൾ രൂപീകരിച്ച് ഇപ്പോൾ നമ്മൾ എഴുതി. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയത്തില്ല, ഖരം, പിന്നെ ദ്രാവകം, വാതകം അഥവാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിൻ്റെ ഒരു ചിത്രീകരണം കൊടുക്കുന്ന ഖരാവസ്ഥകൾ എന്തായിരിക്കും? മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ്, ഇല്ലേ? അതായത് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അടുത്തടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് മൂവ്മെൻറ്റ് ഇല്ല. അവയ്ക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, വോളിയം ഉണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിൻ്റ് ആയിട്ട് ഇടുന്ന സംഭവമാണ് ഈ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു പിക്ചർ കണ്ട പാടെ അല്ലെങ്കിൽ ഒരു കാര്യം വായിച്ച പാടെ നമുക്ക് അതിലുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റണം. അതിന് പറയുന്ന പേരാണ് കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പം നോക്കി, ഈ ആശയ ചിത്രീകരണം അഥവാ ഈ പറയുന്ന കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞ രീതി മുമ്പോട്ട് കൊണ്ടുവന്നത് ജോസഫ് ഡി നൊവാക്ക് കേട്ടോ. ഈ ആളുടെയും പേര് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോസഫ് ഡി നൊവാക്ക്. ഈ ഒരു ചാപ്റ്ററിലുള്ള കുഴപ്പം ഇതാണ്, ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട്. നമ്മൾ പപ്പാവായ പൂത്തായി തുടങ്ങി ഇപ്പോൾ കണ്ടില്ല, ഒരുപാട് പേരുടെ പേരുകൾ കടന്നു വരും. സോ ഇവരുടെയൊക്കെ പേരുകൾ ഓരോന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ജോസഫ് ഡി നൊവാക്ക്, എന്താണ് ആശയ രൂപീകരണം എന്നിങ്ങനെ ഒരു കോട്ടായിട്ട് എഴുതുവാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. എനിക്ക് എന്ന ആശയം വികസിപ്പിച്ചത് ഇദ്ദേഹം 932 അമേരിക്കയിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ എന്താണ് 1870 അദ്ദേഹത്തിൻ്റെ ഗവേഷക സംഘവും ചേർന്ന് എന്ത് രൂപീകരിച്ചു? ആശയ ചിത്രീകരണം എന്ന സങ്കേതം രൂപീകരിച്ചു. ഇനിയും ലേണിംഗ് ഹൗ ടു ലേൺ, ലേണിംഗ്, ക്രിയേറ്റിംഗ് ആൻഡ് യൂസിങ് നോളേജ് തുടങ്ങി 27ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ഇനി എന്താണ് ആശയ ചിത്രീകരണം എന്ന് പറയുന്നത്? അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ. എന്താണ്? ഒരാശയവും അതിൻ്റെ ഉപാശയങ്ങളും തമ്മിൽ രേഖകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആശയവും ഉപാശയവും തമ്മിൽ രേഖകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും അവ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുവാൻ സഹായിക്കുന്ന വാക്കുകൾ അഥവാ ഘടകപദങ്ങൾ രേഖയ്ക്ക് സമീപം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? ആശയ ചിത്രീകരണം കേട്ടോ. വേണമെങ്കിൽ നോക്കി വെച്ച് ഇതുവരായിട്ട് ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിൽ രേഖകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. അതിൻ്റെ ഘടകപദങ്ങൾ അതായത് ലിങ്കിങ് വേർഡ്സ് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എന്ത് കിട്ടും? നമുക്കൊരു ഐഡിയ കിട്ടും. അതിന് പറയുന്ന പേരാണ് എന്ത്? കോൺസെപ്റ്റ് മാപ്പ് എന്നാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ പറഞ്ഞില്ലേ. ആ ഒരു കാര്യത്തെ നമുക്ക് വേണമെങ്കിൽ ഖരം, ദ്രാവകം, വാതകം ഒറ്റ മാപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് പറ്റും. ഇനി എന്താണ്? ആശയ ചിത്രീകരണത്തിന് ആദ്യം പ്രധാന ആശയം, തുടർന്ന് ഉപാശയങ്ങൾ എന്ന ക്രമം പാലിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ എന്താണ് ഫോംസ് ഓഫ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അത് ഏറ്റവും വലിയ ഹെഡിങ് നമ്മൾ മുകളിൽ എഴുതുന്നു, അതിന് താഴെ ഉപാശയങ്ങൾ എന്ന് പറഞ്ഞാൽ ആശയം ഏറ്റവും മുകളിൽ കൊടുക്കുന്നു, അതിന് താഴെ ഉപാശയങ്ങൾ കൊടുക്കുന്നു. വെള്ളത്തിൻ്റെ കേസാണെങ്കിൽ ആശയം എന്താ വരുന്നത്? വാട്ടർ, അല്ലേ? അതിൻ്റെ താഴെയാണ് ശുദ്ധജല സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നതാണ് ആ ഒരു കാര്യം മുകളിൽ കൊടുക്കുമ്പോൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നൊരു ഐഡിയ വായനക്കാർക്ക് കിട്ടും, അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിതാവിന് കിട്ടും. ഇനിയും അതായത് ആദ്യം സ്ഥൂലമായ ആശയങ്ങളും തുടർന്ന് സൂക്ഷ്മമായ ആശയങ്ങൾ നൽകുന്നു. ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്ഥൂലം, സൂക്ഷ്മം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചുമ്മാ അറിവുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ചോദിച്ചോ കേട്ടോ. സ്ഥൂലം, സൂക്ഷ്മം. വെരി ഗുഡ്. വികാസ തത്വത്തിൻ്റെ അത് കേട്ടോ. ഓർക്കുന്നില്ലേ? വികാസ തത്വങ്ങൾക്കകത്ത് നമ്മൾ പഠിച്ചാൽ വികാസത്വം എവിടെ നിന്ന് എങ്ങോട്ടാണ് പാലിക്കുന്നത്? സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കല്ലേ? അല്ലേ? അല്ല കേട്ടോ, ഞാൻ മണ്ടത്തരം ചോദിച്ചതാ. സ്ഥൂലത്തിൽ നിന്നല്ലേ സൂക്ഷ്മത്തിലേക്ക് വരുന്നത്? കണ്ടോ, ഉടനെ പറഞ്ഞാണെന്ന് കണ്ടോ. അപ്പം തെറ്റാ കേട്ടോ. സ്ഥൂലത്തിൽ നിന്നാണ് സൂക്ഷ്മത്തിലേക്ക് വരുന്നത്, ഒരിക്കലും സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരത്തില്ല. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. എവിടെയെങ്കിലും ആലോചിച്ച് കേട്ടിട്ടുണ്ടോ ചെറിയ കാര്യത്തിൽ നിന്ന് വലിയ കാര്യത്തിലേക്ക് വരുന്നത്? ഒരിക്കലും ഇല്ലല്ലേ. വലിയ കാര്യത്തിൽ നിന്നാണ് ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥൂലത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടോ എന്താണ്? സ്ഥൂലത്തിൽ നിന്ന്, അതായത് ജനറൽ ആയിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് എങ്ങോട്ട് വരത്തുള്ളൂ?
ചെറിയ ചെറിയ ആശയത്തിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വലിയൊരു ആശയമാണ് ജലം എന്ന് പറഞ്ഞ ആശയം. അവിടെ നിന്നാണ് നമ്മൾ ജലത്തിൻ്റെ ഘടനകൾ, ജലത്തിൻ്റെ കെമിക്കൽ ഫോർമുല, ജലത്തിൽ ഏതൊക്കെ തരത്തിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യം മനസ്സിലായോ? അപ്പം എപ്പോഴും ഓർക്കണം, സ്ഥൂലം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്ഥൂലം എന്ന് പറഞ്ഞാൽ മൊത്തം എന്നാണ് അർത്ഥം കേട്ടോ, മുഴുവൻ എന്നാണ് അർത്ഥം. ആ കാര്യം മറന്നുപോലെ. സൂക്ഷ്മം എന്ന് പറഞ്ഞാലാണ് ചെറുത് കേട്ടോ. ഞാൻ മുമ്പ് തെറ്റിക്കാനായിട്ട് ചോദിച്ചത്, നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് അറിയാനായിട്ട് ചോദിച്ചത് കേട്ടോ. അപ്പം ആ കാര്യം മറന്നുപോലെ. സ്ഥൂലം എന്ന് പറഞ്ഞാൽ മൊത്തം, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആശയം കേട്ടോ. ഇനിയും ഒരേ സമയം പഠനത്തിനും വിലയിരുത്തലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ആശയ ചിത്രീകരണം കണ്ടോ. അതായത് നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠനത്തിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ വിലയിരുത്താൻ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ ഇത് ഞാൻ പഠിച്ചോ അതോ പഠിച്ചില്ലയോ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ പറയുന്നുണ്ടോ, പഠനം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു ആശയ തിരഞ്ഞ തയ്യാറാക്കി ക്ലാസ്സിൽ ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തുക. അതായത് പഠനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെ തൊട്ട് തുടങ്ങണം? നമ്മുടെ അങ്ങ് വ്യവഹാരവാദം തൊട്ട് തുടങ്ങണം. അങ്ങനെ വ്യവഹാരവാദത്തിൻ്റെ അണ്ടറിൽ ആരൊക്കെ, അങ്ങനെ അവരുടെ തിയറീസ് എന്തൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരെണ്ണമാണ് എന്ത്? കോൺസെപ്റ്റ് മാപ്പ് എന്നുള്ളത്. ഇങ്ങനൊരു സാധനം ഉണ്ടോ നമ്മുടെ കോൺസെപ്റ്റ് മാപ്പ്? നിങ്ങളെ ഒന്നുകൂടി ഇത് വെച്ച് കാണിച്ചതേ ഉള്ളൂ. എക്സാമ്പിൾ നമ്മളൊക്കെ ബുക്കിലൊക്കെ വരച്ചിട്ടിരിക്കുന്ന സാധനമുണ്ട്. ഒരു മെയിൻ ആശയം നടുക്കുകയാണ്. ആ ആശയത്തെ മുൻനിർത്തി ഉപാശയങ്ങൾ അതിനെ കുറ്റും കാണും. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഇവിടെ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഉപാശയത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയ അതിനെപ്പറ്റി കിട്ടും കേട്ടോ. അതാണ് കോൺസെപ്റ്റ് മാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ബൈജൂസിനെ പറ്റി കേട്ടില്ലേ? കേട്ടിട്ടില്ലേ? ബൈജൂസ് ലേണിംഗ് ആപ്പായിരുന്നു. അവരുടെ വെബ്സൈറ്റ് കയറി നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. NCERT-യുടെയൊക്കെ ഇത് എപ്പോഴും അവർ കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു NCERT ചുമ്മാ അടിച്ചു നോക്കി, NCERT ക്ലാസ് 8 സയൻസ് അടിച്ചു നോക്കി, അവരുടെ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരും. അതിൻ്റെ അകത്തൊക്കെ നല്ല സൂപ്പറായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ കോൺസെപ്റ്റ് മാപ്പ് എങ്ങനെയാണ് അതുകൊണ്ട് ഇവരുടെ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും അവസാനം ഇതുപോലെ നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് കാണാൻ പറ്റും അതിനെപ്പറ്റി ഒരു കോൺസെപ്റ്റ് മാപ്പ് അടക്കമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് ഇവരുടെ ഈ സിസ്റ്റം ഉണ്ടോ. ഓരോ കാര്യങ്ങൾ ഇവർ ഇതുപോലെ പെട്ടെന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവരുടെ സിസ്റ്റം തന്നെ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഒത്തിരി പിള്ളേരെ ആകർഷിച്ചത്. പക്ഷേ എന്തോ കയ്യിലിരിപ്പാണോ അല്ലാതെയാണോ അവർ പക്ഷേ താഴെ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ പറഞ്ഞ കോൺസെപ്റ്റ് മാപ്പ് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു പാഠം കഴിഞ്ഞു, നിങ്ങളാണെങ്കിലും ഇപ്പം 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 6ിലൊക്കെ ഒരു പാഠം കഴിഞ്ഞു. ആ പാഠത്തെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് പിള്ളേർക്ക് കൂടുതൽ ഓർത്തിരിക്കും. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ക്ലാസ് മുറിയിൽ നമ്മൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം നോക്കണം കേട്ടോ. ഇവിടെ പ്രഷറിൻ്റെ ഒരു കോൺസെപ്റ്റ് മാപ്പ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇത് ഈ ബൈജൂസിൻ്റെ അകത്ത് ഞാൻ കണ്ടതാണ്, നോക്കിയാൽ കണ്ടോ. അതായത് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ. ഒന്നുകിൽ പുഷ് അല്ലെങ്കിൽ പുള്ള് ഉണ്ടോ. അത് നമുക്കറിയാം നമ്മുടെ ബലം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തള്ളണം അല്ലെങ്കിൽ വലിക്കണം. ഇനി അതിൻ്റെ ടൈപ്സ് ആണ്, ഒന്ന് കോണ്ടാക്റ്റ് വെച്ചും 2 നോൺ കോണ്ടാക്റ്റ് വെച്ചും. അതായത് ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യങ്ങൾ അതേപടി ഈ കോൺസെപ്റ്റ് മാപ്പിൽ അതായത് നോൺ കോണ്ടാക്റ്റിനകത്ത് വരുന്നതാണ് ഗ്രാവിറ്റേഷണൽ മാഗ്നറ്റിക് ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലേ. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ആണെങ്കിൽ മസ്കുലർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. പിന്നെ ഫോഴ്സിൻ്റെ തന്നെ മറ്റൊരു കാര്യം എഫക്റ്റ് അല്ലേ. എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ രീതികൾ മൂവിങ് സ്റ്റേഷനറി ഒബ്ജക്റ്റ്, ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സാധനത്തെ നമുക്ക് തള്ളി നീക്കാൻ പറ്റും. സ്റ്റോപ്പ് മൂവിങ് ഒബ്ജക്റ്റ്, ഓടി വരുന്ന ഒരു ഉരുണ്ട് വരുന്ന ഒരു പന്തിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ചേഞ്ച് സ്പീഡ് ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്, ഓടുന്ന വസ്തുവിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ദി മൂവിങ് ഒബ്ജക്റ്റ് അല്ലേ. ഒരു ബോൾ ഇപ്പം മുന്നോട്ട് വരുവാണെങ്കിൽ വേണമെങ്കിൽ തട്ടി നമുക്ക് വേറെ ഡയറക്ഷനിൽ വിടാം. ചേഞ്ച് ദി ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വഞ്ഞിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഷേപ്പ് മാറ്റാൻ പറ്റുന്ന സാധനമാണ്, ഒരു പേപ്പർ ബോളാണ് വരുന്നതെങ്കിൽ അതിനെ ഒന്നുകൂടി ചളുക്കിയിട്ട് വേണമെങ്കിൽ എറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടോ ആ ഒരു പാഠത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞ കാര്യത്തിനകത്തുള്ള കാര്യങ്ങൾ മൊത്തം എന്ത് വന്നു, ഈ പറഞ്ഞ കോൺസെപ്റ്റ് മാപ്പായിട്ട് അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് ബയോളജിക്കൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ് മുറിയിൽ പ്രയോഗിക്കണം. എന്തിനാണ് പ്രയോഗിക്കുന്നത്? കുട്ടികൾക്ക് കൂടുതൽ ഐഡിയ കിട്ടാൻ. അത് കൊണ്ടുവന്നത് ജോസഫ് ഡി നൊവാക്കാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കണം, മറന്നുപോയില്ല. കണ്ടുപിടിച്ച ജോസഫ് ഡി നൊവാക്ക് ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് വരുന്നു, നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം
ഒരു ഐഡിയ, ഏകദേശം ഐഡിയ കിട്ടുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്, കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ. അതായത് നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ആകുന്നുണ്ട്, ശരിയല്ലേ? നമുക്കിപ്പോൾ ഫോൺ നോക്കുവാണെങ്കിലും, ഇൻഫർമേഷൻ നോക്കുവാണെങ്കിലും, ടെക്നോളജി നോക്കുവാണെങ്കിലും, ഹ്യൂമൻ ബീൻസിനെ നോക്കുവാണെങ്കിലും, ആനിമൽസിനെ നോക്കുവാണെങ്കിലും, അല്ലേ, പ്ലാന്റ്സ് നോക്കുവാണെങ്കിലും, എന്ത് നോക്കുവാണെങ്കിലും അവിടെ എന്തുണ്ട്, ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും എന്തുണ്ട്, നമുക്ക് ഈ പറഞ്ഞ നൂതനമായിട്ടുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞ് NLP ഒക്കെ വരുമ്പോൾ അത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. കാരണം ഒരു തവണ ചോദിച്ചിട്ട് കോടതി വരെ എൻ്റെ കേസ് പോയി. അതായത് ക്വസ്റ്റ്യനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 2023 എൻ്റെ കേസ്. 2023 നടന്ന പരീക്ഷയുടെ ആയിരുന്നു കേസ് പോയത്. NLP, അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ അകത്ത്, അതായത് മനുഷ്യൻ്റെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ടൊരു ടോപ്പിക്കുണ്ട് ഇതിൻ്റെ അവസാനം വരുമ്പോൾ. അതിനകത്ത് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും സെറിബൽ കോർട്ടക്സും അതുമൊക്കെ പറയുന്നുണ്ട്, മിഡിൽ ഒബ്ലാങ്കട്ടയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഭയങ്കര വിവാദമായി. ആ ക്വസ്റ്റ്യൻ പിന്നെ പോയി നിന്നത് കോടതിയിലാണ്. പിന്നെ എല്ലാവർക്കും മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ രീതിയിൽ കോടതി ഉത്തരവായിട്ട്, നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരു പരീക്ഷയ്ക്ക് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും 1 മാർക്ക് കൊടുത്ത് പിള്ളേർ പാസ്സായി എന്ന് പറഞ്ഞുള്ള വാർത്ത വന്നത് ഓർമ്മയില്ലേ? ഒരു 2 വർഷം മുമ്പ്. നിങ്ങളാരും ഓർക്കുന്നില്ലേ? നിങ്ങളൊക്കെ എഴുതിയ പരീക്ഷകളായിരിക്കണം. 2023 പരീക്ഷ നടക്കുന്നത്. അതായത് 1 മാർക്ക്, അതായത് പരീക്ഷ എന്നൊരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഉത്തരവ് വരുന്നത്, കോടതി വരെ പോയിട്ട് ഉത്തരവ് വരുന്നത്. പരീക്ഷ എഴുതിയ എല്ലാവർക്കും 89 മാർക്കെല്ലാം 90 ആക്കി ജയിച്ചേൽപ്പിക്കാനെന്ന് പറഞ്ഞാൽ ഓർഡർ വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ കുറേ പിള്ളേർ വീണ്ടും കിട്ടി. നമ്മുടെ ബാച്ചിൽ 3 പേർക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കോഴിക്കോട് വരെയായിരുന്നു, അവർക്കും കിട്ടിയായിരുന്നു. സോ അതാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ആ കേസിൻ്റെ കാര്യത്തിന് എന്നെയും കോൺടാക്ട് ചെയ്തായിരുന്നു. ഇതെങ്ങനെ എവിടെ നോക്കി കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, അത് ഞാൻ ഇത്ര ഓർത്തിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ ആ പാർട്ടിയിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല. പ്രശ്നമെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ബയോളജി ബേസിൽ സൈക്കോളജിക്കകത്ത് വരുമ്പോൾ ദർ ആർ സം ലിമിറ്റേഷൻസ്. അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരാൾ പറയുന്ന സയൻറ്റിഫിക് ആയിരിക്കത്തില്ല മറ്റൊരാൾ പ്രൂഫ് വഴി വരുമ്പോൾ. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ റൈസായി, അത് കേസായി, അത് ഫയൽ ചെയ്യപ്പെട്ടു, അത് കോടതി വരെ അതിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രശ്നം പറ്റി കേട്ടോ. അത് ഈ ഒരു ന്യൂനത പ്രവണതയ്ക്കകത്ത് വന്നു. സോ പിന്നെ അതിൽ നിന്നൊരു ചോദ്യം കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുന്ന് ആദ്യത്തെ കുറച്ച് പാർട്ടുണ്ട്, ഇവിടെ ബുദ്ധി, ഓർമ്മ, അതുപോലുള്ള കാര്യങ്ങൾ. അവിടുന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നോക്കിയേ, എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ന്യൂനത പ്രവണതകൾ എന്ന് പറയുന്നത്? അതായത് വിവര വിശകലന സിദ്ധാന്തം അഥവാ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. എന്താണെന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി, ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കണ്ട. നോക്കിയേ, വിവര വിശകലന സിദ്ധാന്തം മനുഷ്യ മസ്തിഷ്കത്തെ ഒരു കമ്പ്യൂട്ടറുമായാണ് താരതമ്യം ചെയ്യുന്നത്. കാരണം മനുഷ്യ മസ്തിഷ്കം ഒരു കമ്പ്യൂട്ടർ പോലെ വിവരങ്ങളെ ശേഖരിക്കുകയും അപഗ്രഥിക്കുകയും അനുമാനങ്ങളിലെത്തുകയും ചെയ്യുന്നു. ശ്രദ്ധ, വിവേചനം, ജ്ഞാനം, ഓർമ്മശക്തി എന്നീ മാനസിക വ്യാപാരങ്ങൾക്ക് വിവര വിശകലന സിദ്ധാന്തം പ്രാധാന്യം നൽകുന്നു. സങ്കീർണമായ പല പ്രക്രിയകളും കമ്പ്യൂട്ടറിനേക്കാൾ ഭംഗിയായി ചെയ്യാൻ മസ്തിഷ്കത്തിന് കഴിയുമെന്ന് ഈ സിദ്ധാന്തം സ്ഥാപിക്കുന്നു. അതായത് ഇപ്പം ഡെവലപ്പായി ഒരുപാട് കാര്യം ഡെവലപ്പാണ്, പ്രത്യേകിച്ച് AI പോലുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം ഈ AI കണ്ടുപിടിച്ചതാരാ? മനുഷ്യൻ തന്നെ. സോ മനുഷ്യൻ തന്നെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്ക് എന്തുണ്ട്, കമ്പ്യൂട്ടറിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന വിവര വിശകലന സിദ്ധാന്തം പറയുന്നത്. ചുരുക്കത്തിൽ ഇവിടെ തൊട്ട് വായിച്ചത് കേട്ടോ, ഭൗതിക ശേഷികൾ ഉപയോഗിച്ച് വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ചിട്ടപ്പെടുത്തുന്നതാണ് പഠനത്തിൻ്റെ അടിസ്ഥാനം. അവിടെ എന്നൊക്കെ വരും? അവിടെ ചിന്താശേഷിക്കും ഓർമ്മശക്തിക്കും നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ട്. ശരിയല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്നാ വേണം? ചിന്താശേഷി വേണം. അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ തന്നെ വേണം? നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കണം, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് പറയുന്നത്. എന്തൊക്കെ? നമ്മുടെ ചിന്താശേഷി, ഓർമ്മശക്തി എന്നിവയ്ക്ക് പഠനത്തിൽ നിർണായകമായ സ്ഥാനമുണ്ടെന്ന് ആര് പറഞ്ഞു? വിവര വിശകലന സിദ്ധാന്തം പറഞ്ഞു. അവർ പറഞ്ഞ അനുസരിച്ച് മനുഷ്യ മസ്തിഷ്കത്തിനാണ് അവരെന്ത് കൊടുക്കുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. മറിച്ച് യാതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റിനും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസിനും അല്ല കേട്ടോ. ആ കാര്യമാണ് ഇവിടെ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ ഒന്നാമത്തെ കണ്ടോ, ചിന്താശേഷി എന്ന് പറയുന്നത്. എന്താണ് ചിന്താശേഷി അല്ലെങ്കിൽ എന്താണ് ചിന്ത? ചിന്തിക്കാനുള്ള കഴിവ് വ്യക്തികളിൽ വ്യത്യസ്തമാണ്. ശരിയല്ലേ? ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളിൽ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഞാൻ ചിന്തിക്കുന്നത്, നമ്മളെപ്പോലെ ആയിരിക്കത്തില്ല നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്, അവരെപ്പോലെ ആയിരിക്കത്തില്ല അവരുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. ഈ ചിന്താരീതി വ്യത്യാസം വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ കണ്ടോ, അറിവും അനുഭവങ്ങളും ചിന്തനത്തെ
സ്വാധീനിക്കുന്നു. എന്ത് രണ്ട് കാര്യങ്ങൾ ചിന്തയെ സ്വാധീനിക്കുന്നു? ഒന്ന് അറിവ്, രണ്ട് അനുഭവം. ശരിയല്ലേ? ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്, സോ നിങ്ങളിത് കേൾക്കണം. പിന്നെ അതുപോലെ തന്നെ അറിവ്, അല്ലേ? നിന്നേക്കാളും കുറേ ഓണം കൂടുതലുണ്ടെന്ന് ഡയലോഗ് അടിക്കത്തില്ലേ? അവരെന്നാ പറയുന്നത്? അവർക്ക് കൂടുതൽ അറിവുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ചിന്ത എന്നത്? ലക്ഷ്യമുള്ള പ്രവൃത്തിയും ആവശ്യ പൂർത്തീകരണത്തിനായുള്ള ഒരു പ്രശ്ന പരിഹരണ വ്യവഹാരവുമാണ്. കേട്ടോ, ചിന്ത എന്നത് എന്തൊക്കെയാണ്? ലക്ഷ്യമുള്ള ഒരു പ്രവൃത്തിയാണ്, ആവശ്യ പൂർത്തീകരണത്തിനായുള്ള ഒരു പ്രശ്ന പരിഹരണ വ്യവഹാരമാണ്. അതായത് വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിഹേവിയറാണ്. അതിൻ്റെ എന്തൊക്കെയുണ്ട്? ആശയങ്ങൾ കാണും, പ്രതീകങ്ങൾ കാണും, ചിഹ്നങ്ങൾ കാണും, പദങ്ങൾ കാണും, ഭാഷ കാണും. എന്നിവയെല്ലാം എന്താണ്? ചിന്താ പ്രക്രിയയെ സഹായിക്കുന്നു. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് മാപ്പും കോഡുകളും അതുപോലെ തന്നെ എൻകോഡും ഡീകോഡും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. അതാണ് ഈ സംഭവം ചിന്ത എന്ന് പറയുന്നത്. അടുത്തതാണ് യുക്തിചിന്ത. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുക്തിചിന്ത എന്നാന്ന് നോക്കിക്കേ. എന്താണ് യുക്തിചിന്ത? ബുദ്ധിപരമായി വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിചിന്ത. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ബുദ്ധിപരമായി വളർന്ന ഉയർന്ന പ്രക്രിയയാണ് ഡാഷ് എന്താണ്? നമ്മുടെ യുക്തിചിന്ത കേട്ടോ. എന്താണ് യുക്തിചിന്ത? ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനുള്ള പരിഹാരം നടത്താൻ യുക്തിചിന്ത ആവശ്യമായി വരുന്നു. മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ള പ്രത്യേക കഴിവാണ് എന്ത്? യുക്തിചിന്ത എന്ന് പറയുന്നത്. സോ യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന ഒരു ചിന്താഗതിയാണ് യുക്തിചിന്ത എന്ന് പറയുന്നത്. യുക്തിചിന്ത ആർക്ക് മാത്രമേ ഉള്ളൂ? മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതായത് ചിന്തിച്ച കാര്യത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും അതുപോലെ തന്നെ അതിൽ നിന്നും എന്താണ് മനുഷ്യനെയും മൃഗങ്ങളെയും വ്യത്യസ്തനാക്കുന്നത് എന്ത് തന്നെയാണ്? ഈ പറയുന്ന ചിന്താശേഷി തന്നെയാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. എന്താണ് ചിന്തയും എന്താണ് യുക്തിചിന്തയും എന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, ഓർമ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിച്ചിരിക്കുന്ന ഈ ഓർമ്മയെന്നാണ്. എന്താണ് ഓർമ്മ? 1978 ആറ്റിങ്ഷൻ ഫിഷൻ എന്നിവർ മുന്നോട്ട് വെച്ച സിദ്ധാന്തം അനുസരിച്ച് ഓർമ്മയ്ക്ക് 3 തലങ്ങളുണ്ട്. പരീക്ഷയിൽ മിക്കപ്പോഴും ഉള്ള ചോദ്യമാണ് ഓർമ്മയുടെ തലങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഓർമ്മയുടെ തലങ്ങൾ ഏതൊക്കെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കണം ഏതൊക്കെ തലങ്ങളുണ്ട്. 3 തലങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇന്ദ്രിയപരമായ ഓർമ്മയിൽ സംവേദന അവയവങ്ങളുടെ തത്സമയം സ്വീകരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നു. ഹ്രസ്വകാല സമയത്തേക്ക് മാറ്റപ്പെടുന്നില്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം ഇത് ഓർമ്മയിൽ നിന്ന ശേഷം അപ്രത്യക്ഷമാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഒരു കാര്യം നമ്മൾ പഠിക്കുക. ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കാര്യം കുറച്ച് നേരത്തേക്ക് മാത്രം പഠിക്കുക. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. നമ്മൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഓക്കെ, വേണമെങ്കിൽ കാണിക്കാം. യെസ്, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ സെർച്ച് വയ്ക്കണേ. ഓക്കെ, ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്പർ വരും. ഞാനത് 2 സെക്കൻഡേ കാണിക്കത്തുള്ളൂ. പെട്ടെന്ന് ഓർത്തിരുന്നോണം കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. ഓക്കെ, ഒരു നമ്പർ കണ്ടോ? ഏതൊക്കെ നമ്പറായിരുന്നു അവിടെ തെളിഞ്ഞു വന്നത്? അല്ല ഒന്നുകൂടി കാണിക്കാൻ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ രണ്ടാമതൊരു ചാൻസ് തരത്തില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒന്നുകൂടി കാണിക്കാൻ ശ്രദ്ധിച്ച് നോക്കണം. രണ്ടാമത് ഞാൻ പിന്നെ സാധനം തരത്തില്ല. ഓക്കെ, റെഡി. കിട്ടിയില്ലേ? ഏതാണ്? ഇപ്പം എങ്ങനെയാ പെട്ടെന്ന് പറഞ്ഞേ എല്ലാവരും? ഇപ്പം എങ്ങനെയാ പെട്ടെന്ന് പറഞ്ഞേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞോ ഇപ്പം കാണിക്കും, അല്ലെങ്കിൽ ഒന്നുകൂടി ലാസ്റ്റ് തവണ കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബൂസ്റ്റ് ചെയ്തോ? ഇല്ല, ശരിയല്ലേ? അത് ഞാൻ ചുമ്മാ കാണിച്ചു. 2 സെക്കൻഡ് കാണിക്കുമെന്ന് ചുമ്മാ റാണ്ടമായിട്ട് പറഞ്ഞു. നിങ്ങളപ്പോൾ വലിയ ശ്രദ്ധ കൊടുത്തില്ല, ശരിയല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞു ഇനി ഒരു തവണ ഞാൻ കാണിക്കത്തുള്ളൂ, എല്ലാവരും നോക്കിക്കോണം. 2 സെക്കൻഡ് കഴിഞ്ഞ് മായ്ച്ചു കളയുമ്പോൾ നമ്മളൊരു ക്യൂരിയോസിറ്റി വന്നു, എങ്ങനെയെങ്കിലും ഓർത്തെടുക്കണമെന്ന് വന്നു, ശരിയല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഓർത്തെടുത്തു. ആദ്യം ഒരാൾ മൈക്ക് ഓണാക്കിയെങ്കിൽ ഇപ്പം 4 പേര് മൈക്ക് ഓണാക്കി. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു ചേഞ്ച് ഇപ്പോൾ വന്നു, ശരിയല്ലേ? വന്നില്ലേ? പെട്ടെന്ന് നോക്കണം, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചെടുക്കണം എന്നൊരു ചിന്ത വന്നില്ലേ? അതാണ് സാധനം. അതാണ് ഇന്ദ്രിയപരമായ ഓർമ്മ എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇതിൻ്റെ താഴെ കുറച്ച് പേരുകൾ വരും. ആ പേരുകൾ നിങ്ങൾ പെട്ടെന്ന് നോക്കുക. ഞാനൊരു 3 സെക്കൻഡ് സമയം തരാം കേട്ടോ. നിങ്ങൾക്കത് പെട്ടെന്ന് നോക്കണം. ലാസ്റ്റ് ചാൻസ് ആണ്. പിന്നെ ഞാൻ പറയത്തില്ല, കാണിക്കത്തില്ല. 3 സെക്കൻഡ് സമയം തരും. പെട്ടെന്ന് നോക്കിക്കോണം, പഠിച്ചോണം,
മാറ്റുമ്പം പറഞ്ഞാണ്. ഓക്കെ, റെഡി, 1 2 3 ഗോ. ഓക്കെ, ഏതായിരുന്നു പേരുകൾ? ആ, കണ്ടോ, റെഡിയായ കണ്ടോ? ഇത്രയേ ഉള്ളൂ ഇന്ദ്രിയപരമായി. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ പയറ്റേണ്ട ഒരു കാര്യം ഇത് എന്താണ്? ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മകൾ കുട്ടികളിലേക്ക് കൊണ്ടുചെല്ലണം. എങ്ങനെ കൊണ്ടുചെല്ലും? ഇതുപോലുള്ള ട്രിക്കുകൾ നമ്മൾ പയറ്റണം. മനസ്സിലായോ? ഇതുപോലെ നമ്മൾ സ്ട്രെങ്തിൻ്റെ ക്ലാസ്സിന് നമ്മൾ കാണിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഈ പിക്ചർ നിങ്ങളുണ്ടോ പേജിരിക്കുന്നതെന്ന് പറയാം. ഈ പിക്ചറിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട് ഇല്ലേ? എന്നാ വ്യത്യാസം? പിക്ചർ കണ്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? രാത്രിയും പകലും. ഓക്കെ, പിന്നെ ഒരാൾ സന്തോഷം, ഒരാൾ സങ്കടപ്പെട്ടു വരിക്കുന്നത്, ശരിയല്ലേ? ശരിയാണോ? അല്ലേ? രണ്ട് പേർക്കും സന്തോഷിക്കാൻ പറ്റും, കാരണം രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഒരു വണ്ടിയില്ല. കറക്റ്റ് അല്ലേ? പക്ഷേ ഒരാളുടെ മെൻ്റൽ സ്ട്രെങ്തിനെ അയാൾ എന്ത് ചെയ്യാൻ നോക്കുന്നില്ല? സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നില്ല. അതായത് ഈ ഇരിക്കുന്ന ഈ വയലറ്റ് ഷർട്ടിട്ട ആൾക്ക് ജസ്റ്റ് ഒരു സീറ്റ് മാറി ഇരുന്നാൽ മതി, നമ്മുടെ യെല്ലോ ഷർട്ടുകാരൻ ആസ്വദിക്കുന്ന എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷമായിട്ടിരിക്കാം. പക്ഷേ അദ്ദേഹം എവിടെ ഇരിക്കുന്നത്? വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ മലമേടുകൾ മാത്രമേ ഉള്ളൂ, പൊക്കമുള്ള മലകളാണ്. സോ അദ്ദേഹത്തിന് കാഴ്ചകളൊന്നുമില്ല, അതിൻ്റെ ഒരു വിഷമത്തിൽ അദ്ദേഹം. പക്ഷേ ഒന്ന് ആലോചിക്കുക, ചെറുതായിട്ട് നമ്മുടെ മെൻറ്റാലിറ്റി മാറ്റിയാൽ മതി, നമുക്ക് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ സന്തോഷത്തിലേക്ക് നമുക്ക് എന്തെടുക്കാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ മെൻ്റൽ സ്ട്രെങ്ത് അഥവാ നമ്മുടെ ഇപ്പോൾ പഠിച്ച നമ്മുടെ മെമ്മറി, അതായത് സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്ദ്രിയപരമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. അതായത് കണ്ടു, കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു, എന്ത് ചെയ്തു? മറന്നു. ശരിയല്ലേ? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക ഏത് പേരാ അല്ലെങ്കിൽ ഏത് നമ്പറാണ് ചോദിച്ചെങ്കിൽ നിങ്ങളത് ഓർത്തിരിക്കുമോ? ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ നമ്പറാണ് കണ്ടതെന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? വിട്ടുപോയില്ലേ ഏകദേശമൊക്കെ? ശരിയല്ലേ? ആരും മൈക്ക് ഓൺ ആക്കുന്നില്ല. ശരിയല്ലേ? വിട്ടുപോയില്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ വിട്ടുപോകാനുള്ള കാരണം എന്നാ? അത് സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിയില്ല. ഇതാണ് ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയുടെ വ്യത്യാസം. അതായത് നമ്മളൊന്ന് നോക്കും, ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചെടുക്കും, പിന്നെ നമ്മളതിനെപ്പറ്റി അപ്പോഴേ മറന്നു. മനുഷ്യ ബ്രെയിനുള്ള കാര്യമാണ് എന്ത്? ഈ പറയുന്ന എന്തില്ലെന്ന് ഓർത്തിരിക്കാനായിട്ടുള്ള കഴിവില്ല. കാരണം എല്ലാ കാര്യങ്ങളും കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യവും നമ്മുടെ ആർക്കില്ല? തലച്ചോറിനില്ല. അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ള എടുക്കും, ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴേ മറന്നു കളി. കാരണം കുറച്ച് നേരത്തേക്ക് അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, സോ നമ്മളത് സ്റ്റോർ ചെയ്തു. ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് പോലും ഇല്ല, അതിനിപ്പോൾ നമ്മൾ മറന്നു കഴിഞ്ഞു. ശരിയല്ലേ? അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടോ ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയിൽ സംവേദന അവയവങ്ങളുള്ള തത്സമയം സ്വീകരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ തത്സമയമായിട്ടൊരു കാര്യങ്ങൾ കാണിച്ചു, അതിനെന്ത് ചെയ്തു? ആ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കാൻ നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഹ്രസ്വകാല സ്മരണയിലേക്ക് മാറ്റപ്പെട്ടില്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം ഈ ഓർമ്മ എന്നതിന് ശേഷം അപ്രത്യക്ഷമാകുന്നു. ഇനിയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ച കാര്യമല്ലേ? അതായത് 1 സെക്കൻഡുകൾ അല്ലെങ്കിൽ 3 മിനിറ്റേ നമ്മുടെ മനസ്സിലൊക്കെ നിന്നുള്ള ആ കാര്യങ്ങൾ, ശരിയല്ല? അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? അത് മറന്നുപോയി. അതിൻ്റെ റീസൺ എന്താണ്? നിങ്ങളതിനെ ഹ്രസ്വകാല ഓർമ്മയിലേക്ക് മാറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അതെവിടെയെങ്കിലും എഴുതി വെക്കണമായിരുന്നു. ആരെങ്കിലും എഴുതി വെച്ചോ? അല്ലെങ്കിൽ ഇതെനിക്ക് ജീവിതത്തിൽ മൊത്തം ആവശ്യമുള്ളതാണ്, പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നൊരു ചിന്താഗതിയുടെ ആരെങ്കിലും വായിക്കാൻ നോക്കിയോ? ഇല്ല. അതായത് ഹ്രസ്വകാല ഓർമ്മയിലേക്ക് നമ്മൾ മാറ്റാൻ നോക്കിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയിൽ വെച്ച് തന്നെ അത് മറന്നുപോയി. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എന്താണ് ഹ്രസ്വകാല ഓർമ്മ? കുറച്ച് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തേക്ക് ഹ്രസ്വകാല ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നു. കണ്ടോ? ഇപ്പം ഞാനത് ഒന്നുകൂടി കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊന്ന് നോക്കി വെക്കണം, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും? ഒന്ന് എഴുതി വെക്കും. ശരിയല്ലേ? അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ബോധ മനസ്സിലുള്ള കാര്യങ്ങളാണിത്. ഹ്രസ്വകാല ഓർമ്മയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ എങ്ങോട്ട് മാറ്റണം? ദീർഘകാലത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ അവിടെയും മറവി സംഭവിക്കും. കണ്ടോ? വീണ്ടും പ്രശ്നങ്ങളാണ്. ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മേനെ എങ്ങോട്ട് മാറ്റണം? ഹ്രസ്വകാലത്തിലേക്ക് മാറ്റണം. ഹ്രസ്വകാലത്തിൽ വരുന്ന ഓർമ്മേനെ നമ്മൾ ദീർഘകാലത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ എന്നാ പറ്റും? അത് അവിടെയും മറവി സംഭവിക്കും. വീണ്ടും എക്സാമ്പിൾ പറഞ്ഞാൽ, മുമ്പേ കാണിച്ച പടം ഞാൻ പറയുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് നോട്ട് ചെയ്യണം, എഴുതി വെക്കണം, 2 തവണ വായിച്ചു നോക്കണം, ഇടവിട്ടോട്ട് വായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ നമ്പർ ഓട്ടോമാറ്റിക്കലി കയറിക്കഴിഞ്ഞാൽ അത് ഹ്രസ്വകാല ഓർമ്മയായി. വീണ്ടും നമ്മൾ പരീക്ഷയൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചാൽ അന്ന് കണ്ട എന്നാടാന്ന് ചോദിച്ചാൽ നമ്മൾ മറന്നു പോകും. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റിയില്ല, അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മൾ മാറ്റിയില്ല. അത് സെൻസറി മെമ്മറി കൊണ്ടും ഷോർട്ട് ടൈം മെമ്മറി കൊണ്ടും ആ സാധനം നിന്നുപോയി. അതാണ് അവിടുത്തെ ഉദ്ദേശം. കേട്ടോ?
അങ്ങനെയാണെങ്കിൽ എന്താണ് ദീർഘകാല ഓർമ്മ? ഉണ്ടോ? കൂടുതൽ വിവരങ്ങൾ ദീർഘകാലം ഓർത്തു വെക്കുവാൻ ദീർഘകാല ഓർമ്മ നിങ്ങളെ സഹായിക്കുന്നു. ദീർഘകാല ഓർമ്മ മസ്തിഷ്കത്തിൽ ഘടനാപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ അത് സ്ഥിരമാണ് കേട്ടോ. ഓർമ്മകളുടെ സൂക്ഷിപ്പ് കേന്ദ്രമായി ദീർഘകാല ഓർമ്മയെ പരിഗണിക്കുന്നു. സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ എല്ലാവരും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ അറിയത്തില്ലേ? അറിയാം. പക്ഷേ സിം എടുത്ത സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ആദ്യത്തെ 1-2 മാസം നിങ്ങൾ പാടുപെട്ടില്ലേ? പാടുപെട്ടു അല്ലേ? ആദ്യമൊക്കെ എടുത്തപ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ എന്താണ് മാർഗം അല്ലേ? ആരെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ? കാരണം നമുക്കതൊരു ആവശ്യമായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഓർത്തെടുത്തു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നമ്പറുണ്ട്. അത് ദീർഘകാല ഓർമ്മയിലേക്ക് മാറി. വേറെ ഏതെങ്കിലും നമ്പർ, നിങ്ങൾ എത്രയോ പേരുടെ നമ്പർ ഡെയിലി ടൈപ്പ് ചെയ്ത് കയറ്റുന്നു, ശരിയല്ല? ഏതെങ്കിലും പുതിയ കോൺടാക്റ്റ് കിട്ടുന്നു, അവരൊക്കെ നമ്പർ നിങ്ങൾ കാണാൻ പിടിക്കാൻ പോയിട്ടുണ്ട്? ഒരിക്കലുമില്ല, ശരിയല്ല? കൂടിപ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ നമ്പർ നമുക്ക് കാണാൻ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ മക്കളുടെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ കാണാൻ പിടിക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? മറിക്കാൻ നോക്കത്തില്ല. പോട്ടെ, വീട്ടിലെ വണ്ടിയുടെ നമ്പർ പോലും അറിയാത്തവരുണ്ട് ഇപ്പോഴും, ശരിയല്ലേ? എപ്പോഴും പുറകോട്ട് പോയി ഫോട്ടോ എടുത്ത് നോക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം അവിടെ എന്താണ്, അതിനെ അത് ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മൾ നടക്കുന്നത്. അതാണ് ദീർഘകാല ഓർമ്മയിലേക്ക് നടന്നില്ലെങ്കിൽ എന്നെ സംഭവിക്കുക? അവിടെ മറവി സംഭവിക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, 3 തരം ഓർമ്മകളാണ് ഉള്ളത്. 1 ഇന്ദ്രിയപരം, 2 ഹ്രസ്വഫലം, 3 ദീർഘം, സെൻസറി, അതുപോലെ തന്നെ ഷോർട്ട് ടൈം, അതുപോലെ തന്നെ ലോങ് ടൈം. ഈ 3 മെമ്മറിയാണ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് മുറിയിൽ എന്താ ഇതിനെ ചെയ്യേണ്ടത്? കണ്ടോ, എല്ലാ കാര്യങ്ങളും ഇന്ദ്രിയപരമായിട്ട് അവർ കാണുന്നത് അല്ലെങ്കിൽ അവർ കേൾക്കുന്നത്. അതായത് അവരുടെ 5 ഓർഗൻസ്, ഇന്ദ്രിയങ്ങളും പറയത്തില്ലേ, 5 ഓർഗൻസ് ഉപയോഗിച്ച് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയ കാര്യത്തെ എന്ത് ചെയ്യണം? നമ്മുടെ ഹ്രസ്വകാല ഓർമ്മയിലേക്ക് കടത്തിയിട്ട് വേണം നമ്മൾ സ്കൂളിൽ നിന്ന് വിടുവാൻ. അതായത് രാവിലെ പഠിച്ചൊരു കാര്യത്തെ വൈകുന്നേരത്തിന് പോകുന്നതിന് മുമ്പ് നമ്മളും ചോദിക്കണം, ലാസ്റ്റ് വീടിന് മുമ്പും ചോദിക്കണം. പ്രത്യേകിച്ച് LP UP സെക്ഷൻ നമ്മൾ തന്നെ കിട്ടുമല്ലോ, നമുക്ക് തന്നെ കിട്ടുമല്ലോ. മിക്കപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും ഒരേ ടീച്ചർ തന്നെയല്ലേ അവരെ കൈകാര്യം ചെയ്യുന്നത്. ഇനി UP കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെ ഹ്രസ്വകാല ഓർമ്മയിലേക്ക് അവരത് ഓർത്തിരിപ്പുണ്ട് എന്ന് ഉറപ്പാക്കി വേണം നമ്മൾ എങ്ങോട്ട് വിടാൻ? വീട്ടിലേക്ക് വിടാൻ. പിറ്റേ ദിവസം വരുമ്പോൾ അത് ചോദിക്കണം. അപ്പോൾ അതെങ്ങോട്ട് മാറും? പതിയെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറും. എന്നും പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കാണാൻ പഠിപ്പിക്കാനല്ല, അതിലുള്ള പോയിൻറ്റ്സ്, വാല്യൂ പോയിൻറ്റ്സ് എന്ത് ചെയ്യണം? അവർക്ക് നമ്മൾ മനസ്സിലാക്കിക്കണം. അത് ഓർമ്മയിൽ സൂക്ഷിപ്പിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. മനസ്സിലായോ? പഠിക്കേണ്ട ട്രിക്ക് മനസ്സിലായോ? എങ്ങനെയാണ് ഹ്രസ്വകാലത്തെയും ദീർഘകാലത്തിലേക്കും, ദീർഘകാലത്തിൽ നിന്ന് ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയെ ഹ്രസ്വകാലത്തിലേക്കും, ഹ്രസ്വകാലത്തിൽ നിന്ന് എങ്ങനെ ദീർഘകാലത്തിലേക്കും മാറ്റേണ്ടതെന്ന് മനസ്സിലായോ? ഓർമ്മ എത്ര തരം ഉണ്ടെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? പെണ്ണെങ്കിൽ വന്നേഴി. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറയുന്ന ഓർമ്മകളെ കൊണ്ടുവന്നത് ആറ്റിങ്സൺ ഫിഷറിൻ മാതൃകയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ് ആറ്റിങ്സൺ ഫിഷറിൻ മാതൃക എന്ന് പറയുന്നത്? ഇവിടെയുണ്ട്, കണ്ടോ? ഇതെന്താ നോക്കിയേ, ഞാൻ സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ, 1 സംവേദനങ്ങൾ നമ്മളിലുണ്ടാവും. എന്താണ് സംവേദനം എന്ന് പറഞ്ഞാൽ? നമ്മളുണ്ടാകുന്ന, കാണുന്ന, കേൾക്കുന്ന, തൊട്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന, മണത്തറിയുന്ന, രുചിച്ചറിയുന്ന കാര്യങ്ങൾക്കാണ് എന്തെന്ന് പറയുന്നത്? സംവേദനങ്ങളെന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യണം? ഇന്ദ്രിയപരമായ ഓർമ്മയിലേക്ക് നമ്മൾ മാറ്റണം അല്ലേ? ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയിലേക്ക് നമ്മളതിനെ മാറ്റണം. അവിടെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ശ്രദ്ധ ചെലുത്തിയാൽ അതെങ്ങോട്ട് പോകും? ഹ്രസ്വകാല ഓർമ്മയിലേക്ക് മാറും, അല്ലെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് മാറും. ഇനിയും അതിനെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വിട്ടാൽ, അതായത് ഇടയ്ക്ക് അതിനെപ്പറ്റി ഓർമ്മിപ്പിച്ചാൽ, ഞാൻ പറഞ്ഞില്ല രാവിലെ പഠിപ്പിച്ച കാര്യങ്ങൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ പിള്ളേരെ ഓർമ്മിപ്പിക്കണം, എന്നാലേ ഹ്രസ്വകാല ഓർമ്മയിലേക്ക് പോകത്തുള്ളൂ. അതിനെ ഓർമ്മിപ്പിച്ചാൽ, അതിനെ റിഹേഴ്സ് ചെയ്താൽ എന്നാ പറ്റും? അത് ദീർഘകാല ഓർമ്മയിലേക്ക് അത് മാറും. കണ്ടോ, ദീർഘകാല ഓർമ്മയിലേക്ക് അത് മാറും. ഇൻ കേസ് ഹ്രസ്വകാല ഓർമ്മ വഴി നമ്മൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അവിടെ എന്നാ സംഭവിക്കും? മറവി സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സങ്കേതനം ഉപയോഗിക്കണം. അത് നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ ഇത് ഓർത്തെടുക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ? നമ്മുടെ കോൺസെപ്റ്റ് മാപ്പും അതുപോലെ തന്നെ നമ്മുടെ കോഡിങ്ങും ഈ കാര്യങ്ങളെല്ലാം. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പുനഃസൃഷ്ടി ചെയ്യുവാണെങ്കിലും അത് എങ്ങോട്ട് മാറും? ദീർഘകാല ഓർമ്മയിലേക്ക് അവ മാറും. ഇനിയും ദീർഘകാല ഓർമ്മയിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ എന്നാ സംഭവിക്കും? മറവി സംഭവിക്കും. മനസ്സിലായോ? ഇതാണ് ആറ്റിങ്സൺ ഫിഷറിൻ മാതൃക നമ്മളോട്
പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ, സംവേദനങ്ങൾ വഴി നമുക്ക് ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയിലേക്ക് കിടക്കാം. ആ ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ ചെലുത്തിയാൽ അത് ഹ്രസ്വകാല ഓർമ്മയിലേക്ക് മാറും. അതിനെ നമ്മൾ ഓർമ്മിപ്പിച്ച് ആ ആവർത്തന പരിശീലനം വഴി നിലനിർത്തുവാണെങ്കിൽ അത് ദീർഘകാല ഓർമ്മയിലേക്ക് പോകും. 1. 2 എന്താണ്? അതിനെ നമ്മൾ കോൺസെപ്റ്റ് മാപ്പോ കോഡിങ്ങോ ഡീകോഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രവാക്യങ്ങളോ അല്ലെങ്കിൽ വാചകങ്ങളോ സൂത്രപാട്ടുകളോ ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതും ദീർഘകാല ഓർമ്മയിലേക്ക് പോകും. ഇനിയും ഹ്രസ്വകാല ഓർമ്മയിൽ വന്ന കാര്യത്തെ ഇത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും? മറവി സംഭവിക്കും. ദീർഘകാല ഓർമ്മയിലോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മൊത്തം ഓർത്തിരിക്കണമെന്നില്ല. അതിനെയും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പുനഃസൃഷ്ടിക്കണം. അല്ലെങ്കിൽ അതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് പ്രയോഗിക്കണം. അങ്ങനെ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? നമുക്കവിടെ മറവി സംഭവിക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാ പറ്റും? അവിടെയും മറവി സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? കിട്ടിയോ? മുമ്പേ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓർമ്മകൾ 3 തരം. എന്തൊക്കെ? ഇന്ദ്രിയം, ഹ്രസ്വകാലം, ദീർഘകാലം. അതായത് ഷോർട്ട് ടൈം, അതായത് സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി ആൻഡ് ലോങ് ടൈം മെമ്മറി. ഈ 3 മെമ്മറിയാണ് നമ്മളിൽ ഉള്ളത് കേട്ടോ. ആ 3 മെമ്മറിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും അതിനെ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്നുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. എടി ഇനി വന്നേടി. ഓക്കെ. ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ നോക്കിക്കേ. എന്താണ്? 1 ഫോൺ നമ്പറുകൾ മറ്റൊരാൾ പറയുന്നത് കണ്ടോ. അവിടെ നമ്മൾ ശ്രദ്ധയോടെ കേട്ടാൽ, നമ്മൾ മുമ്പേ കണ്ട എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. എന്താണ്? അതിനെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുവാണെങ്കിൽ ചുപ്പിടണേ. ഓക്കെ. അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുവാണെങ്കിൽ എങ്ങോട്ട് പോകും? അത് ഹ്രസ്വകാല ഓർമ്മയിലേക്ക് പോകും. എങ്ങനെ പോകും? കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്പർ നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ കണ്ടോ ഹ്രസ്വകാല ഓർമ്മയിലേക്ക് അത് മാറും. ഇനിയും അത് ദീർഘകാല ഓർമ്മയിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ആവർത്തിച്ച് ഈ നമ്പർ എഴുതിയോ പറഞ്ഞോ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഏത് സമയത്തും ഈ നമ്പർ ഓർത്ത് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാപ്തരാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എങ്ങോട്ട് പോകത്തുള്ളൂ? ദീർഘകാല ഓർമ്മയിലേക്ക് അവൻ മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ കൊണ്ട് തന്നെ അത് നിന്ന് പോകും. കണ്ടോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനെ എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ ചോദിക്കാം. ഇത് ഒരു നമ്പർ ഒരാൾ പറഞ്ഞത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഡയൽ ചെയ്യുകയാണെങ്കിൽ അത് ഏത് തരം ഓർമ്മയാണ്? ഏത് തരം ഓർമ്മയായിരിക്കും? ഹ്രസ്വകാല ഓർമ്മയായിരിക്കും. കണ്ടോ? അതും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇവിടെ ചോദ്യം ഉള്ളതുകൊണ്ട് അതായത് എക്സാമ്പിൾ തന്നുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകുന്ന രീതിയും നിങ്ങൾ ഓർത്തിരിക്കണം. കണ്ടോ? ഇനി ഇങ്ങനെ ചോദിക്കുവാണ്, ഏത് സമയത്തും ആര് ചോദിച്ചാലും നമുക്കൊരു കാര്യം ഓർത്ത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏതുതരം ഓർമ്മയാണ്? അത് ദീർഘകാല ഓർമ്മയല്ലേ. ഇനിയും ഒരാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ അത് ഏതുതരം ഓർമ്മയാണ്? ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയാണ്. സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ശരിയല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ നോട്ട് കുറിക്കുകയോ അല്ലെങ്കിൽ അത് ആവർത്തിച്ച് എഴുതിയോ പറഞ്ഞോ പഠിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എന്നാ സംഭവിക്കും? ഇവിടെ കൊണ്ട് നമ്മുടെ പഠനം നിൽക്കും. കണ്ടോ? ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ കൊണ്ട് പഠനം നിൽക്കും. അവിടെ കൊണ്ട് മറന്നു പോകും. അത് ആരുടെയും കുഴപ്പമല്ല. കണ്ടോ? ഇറ്റ്സ് സയൻറ്റിഫിക്കലി പ്രൂവൺ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ അതിനെ ഹ്രസ്വകാല ഓർമ്മയിലേക്ക് വിട്ട് ദീർഘകാല ഓർമ്മയിലേക്ക് വിട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു കാര്യം നമുക്ക് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ മറവി സംഭവിക്കും. അത് മനുഷ്യനുള്ളൊരു കഴിവാണ്, മറന്നു പോവുക എന്നുള്ളത് കേട്ടോ. ഇനി അടുത്താണ് ബയോളജിക്കൽ ബേസ് ഓഫ് ലേണിംഗ്. എന്താണ് ബയോളജിക്കൽ ബേസ് ഓഫ് ലേണിംഗ്? ഇവിടെ നമുക്ക് പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ മസ്തിഷ്കം, അതിൻ്റെ പാർട്ടുകളും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഇവിടുന്ന് ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, കേസ് പോയ ക്വസ്റ്റ്യൻ ഇവിടുന്നായിരുന്നു. അതായത് നമ്മുടെ ബയോളജിക്കൽ ബേസ് ഓഫ് ലേണിംഗ് നമ്മൾ ഇതോടെ പറഞ്ഞ് ഈ പാഠം തരും കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാലാണ്, പക്ഷേ അവിടുന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് പിന്നീട് കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. നമുക്കറിയാം നമ്മുടെ ഇതിൻ്റെ അകത്തെല്ലാം ഇല്ലേ, നമ്മുടെ ഏത് കാര്യം പഠിച്ചാലും അവിടെ എന്ത് വേണം? ഭൗതികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ട് അല്ലെങ്കിൽ കൊഗ്നിറ്റീവായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലേ. അതിൻ്റെ ടച്ച് ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് പഠിക്കാൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. കൊഗ്നിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിക്കാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ ആ ഒരു ബുദ്ധിമണ്ഡലത്തെ എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നതാണ് ഈ സൈക്കോളജിക്കകത്ത് ഇവിടെ പറയുന്നത്. അതിൻ്റെ പ്യുവർ ബയോളജി തന്നെ വരുന്നത് കേട്ടോ, ബയോളജി ബേസാണ് വരുന്നത്. നോക്കിയേ, നമ്മുടെ കുട്ടികളുടെ മസ്തിഷ്കത്തിൻ്റെ ഘടനയും പ്രവർത്തനത്തിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ചിന്തയെയും വികാരത്തെയും
നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് മസ്തിഷ്കം. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഓരോ ആംഗ്യവും വികാര പ്രകടനവും അനുഭവങ്ങളും ഉൾക്കാഴ്ചയും ഓർമ്മയും 85,000 കോടി വരുന്ന സവിശേഷമായ മസ്തിഷ്ക കോശങ്ങൾ അതീവ സങ്കീർണമായ പ്രവർത്തന ഫലമാണ്. അതായത് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ, ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നതും നിങ്ങളിത് കേട്ടിരിക്കുന്നതും നിങ്ങൾ ശ്രദ്ധയോടെ അതിനെ നോക്കിയിരിക്കുന്നതെല്ലാം ഈ പറയുന്ന മസ്തിഷ്ക കോശങ്ങളുടെ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. അതായത് നമ്മളിപ്പം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അതിനെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ അടുത്തുകൂടി പോകുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, ഫോണിൽ വരുന്ന മെസ്സേജസ് നമ്മൾ നോക്കുന്നുണ്ട്, അടുത്തുകൂടി പോകുന്ന ജീവികളെയൊക്കെ നോക്കുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഇപ്പം ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ് പോലും ഇപ്പോൾ ഇവിടെ ഒരു ജീവി വന്നു, അതിനെ എടുത്ത് കളയാനായിട്ടാണ് ഞാൻ അവളെ വിളിച്ചത്. അപ്പം നമ്മൾ കണ്ടില്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര വിജിലൻ്റാണ്. അപ്പം അങ്ങനെ നമ്മുടെ 10,000 അല്ലെങ്കിൽ കോടിക്കണക്കിന് കോശങ്ങൾ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ആകെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമേ കുറച്ച് കോശങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത് ബോഡിക്ക് ശരിയായിട്ടുള്ള റെസ്റ്റ് വേണമെന്നൊക്കെ പറയുന്നത്. ഇനി കണ്ടോ, പരിസരവും മറ്റു ന്യൂറോണുകളുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന കോശങ്ങളാണ് നാഡീകോശങ്ങൾ. കണ്ടോ, പരിസരവുമായി മറ്റു ന്യൂറോണുകളുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന കോശങ്ങളാണ് നാഡീകോശങ്ങൾ. ഇനിയും പരിസരത്തുള്ള ഒരു ചോദക നാഡീവ്യവസ്ഥയിൽ മാറ്റമുണ്ടാകുമ്പോഴാണ് പഠനം നടക്കുന്നത്. പഠനം എന്നത് ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ രൂപീകരണമാണ്. നാഡീവ്യവസ്ഥയിൽ ഉപരിതല നാഡീവ്യവസ്ഥയും കേന്ദ്ര നാഡീവ്യവസ്ഥയും ഉണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് സൂക്ഷ്മനാഡിയും ഉൾപ്പെടുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്കുള്ളിൽ വരുന്ന മസ്തിഷ്കത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അത് നോക്കി വെച്ചിട്ട് പോകണം. മുൻ മസ്തിഷ്കം, പിൻമസ്തിഷ്കം, മസ്തിഷ്കം. മുൻ മസ്തിഷ്കവും മധ്യമസ്തിഷ്കവും ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ അടിസ്ഥാന പ്രക്രിയകളെ സഹായിക്കുന്നുണ്ടോ. അതായത് മുന്നും പിന്നും. ഇവിടെ ഫോർ ബ്രെയിനും അതുപോലെ തന്നെ ഹിൻ ബ്രെയിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മിഡ് ബ്രെയിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രക്രിയകളെ സഹായിക്കുന്നു. പിൻമസ്തിഷ്കത്തിൻ്റെ ഭാഗമായ ഇതായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ടോ, സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ തുലനതയും ചലനത്തെയും നിയന്ത്രിക്കുന്നത്. ഈ ക്വസ്റ്റ്യനാണ് കോടതി വരെ പോയത് കേട്ടോ. സെറിബ്രല്ലോ എന്ന് കുറച്ച് പേര് പറഞ്ഞു, കുറച്ച് പേര് സെറിബ്രം എന്ന് പറഞ്ഞു, കുറച്ച് പേര് ഇതൊന്നുമല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിൻബ്രെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം ഉത്തരവായിട്ട് വന്നുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ കോടതി കയറി കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആരോട് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ അതേപടിയാണ് വന്നത് കണ്ടോ. പിൻമസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ തുലനതയും ചലനത്തെയും നിയന്ത്രിക്കുന്നത്. മധ്യമസ്തിഷ്കം അടിസ്ഥാന സംവേദനങ്ങളുടെ റിഫ്ലക്സുകളും ശരീരചലനങ്ങളുടെ നിയന്ത്രണവുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് മിഡ് ബ്രെയിൻ ആണ് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ മധ്യമസ്തിഷ്കം കൂടി നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രക്രിയകൾ ചെയ്യുകയാണ് ചെയ്തത്. ഹിൻ ബ്രെയിൻ ആണെങ്കിൽ ശരീരത്തിൻ്റെ സെറിബെല്ലം എന്ത് ചെയ്യുന്നുണ്ട്, ചലനത്തെയും തുലനതയും നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ വരച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു പരീക്ഷയ്ക്ക് വന്ന് പ്രശ്നമാക്കി കേട്ടോ. ഇനിയും നാഡീകലയുടെ കോശത്തിലാണ് ന്യൂറോൺ എന്ന് വിളിക്കുന്നത് കേട്ടോ. നാഡീകലയുടെ കോശത്തെയാണ് എന്ത് വിളിക്കുന്നത്, ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിൽ 10,000 കോടിയിലധികം ന്യൂറോണുകൾ എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഓരോ ന്യൂറോണും മറ്റൊരു ന്യൂറോണിലേക്കോ പേശിയിലേക്കോ ഗ്രന്ഥിയിലേക്കോ ഉള്ള ആവേഗ സംവരണം വളരെ സങ്കീർണമായ പ്രവർത്തനമാണ്. ഓരോ ന്യൂറോണും മറ്റൊരു ന്യൂറോണുമായി സമ്പർക്കം സ്ഥാപിക്കുന്നത് സിനാപ്സുകൾ വഴിയാണ് കേട്ടോ. ഇത് നോക്കിയിട്ട് വേണം പോകാൻ. ഓരോ ന്യൂറോണും മറ്റൊരു ന്യൂറോണുമായി സമ്പർക്കം സ്ഥാപിക്കുക സിനാപ്സുകൾ വഴിയാണ്. അതായത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ബയോളജിക്ക് അത് പഠിച്ചില്ലായിരുന്നോ, സൈറ്റോണേറ്റ്, ആക്സോണേറ്റ്, സിനാപ്സ്, സിനാപ്റ്റിക് നോബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിക്കകത്തുള്ളതാണ്, ആദ്യത്തെ പാഠത്തിലുള്ളതാണ്. അങ്ങനെ ഈ സിനാപ്സുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവ തമ്മിലുള്ള ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. വിവരവിനിമയം നടക്കുന്ന സിനാപ്സുകളിലെ ന്യൂറോ ട്രാൻസ് വഴിയാണ്. അതായത് കണ്ടോ, പഠനത്തിന് അടിസ്ഥാനപരമായ വസ്തുത ന്യൂറോൺ ബന്ധങ്ങൾ നടക്കുന്ന സിനാപ്സ് സിന്ധുകളിലൂടെ രൂപീകരണവും മറ്റുമാണ്. നിരന്തരമായ സിനാപ്സിക ബന്ധങ്ങൾ രൂപീകരണത്തിലൂടെയും വ്യതിയാനങ്ങളിലൂടെയുമാണ് ഓർമ്മ രൂപപ്പെടുന്നത്. അവിടെ പഠനം ദൃഢമാകും. ഇനിയും ന്യൂറോ നെറ്റ്വർക്ക് മോഡൽ? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, പക്ഷേ ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണുമായി ബന്ധിപ്പിക്കുന്നതാണ് സിനാപ്സുകൾ. ആ സിനാപ്സുകളുടെ ബന്ധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെ ഒരു സിനാപ്സ് മറ്റ് ന്യൂറോണുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കോടാനുകോടി കണക്കിന്
എന്താണ് ന്യൂറോണുകളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇതിനെ നമുക്ക് എന്താണ് ഇങ്ങനെ ബയോളജിക്കലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിൽ അങ്ങനെ തന്നെ പറയും അല്ലേ, നമ്മളിൽ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതും പഠനം നടക്കുന്നത് എന്ന് നിങ്ങൾ ഒരു സാധാരണ ധാരണ ഉണ്ടായിരിക്കണം. അതായത് എന്തുകൊണ്ടുണ്ടായിരിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭൗതിക നിലവാരം അറിഞ്ഞു വേണം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അവർക്ക് പറ്റാവുന്ന കാര്യങ്ങളെ കൊടുക്കാവുള്ളൂ. കാരണം ഇവരുടെ ഭൗതിക നിലത്തേക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ കൊടുത്താൽ അവർ ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, ഓർമ്മയിൽ സൂക്ഷിക്കത്തുമില്ല, ശ്രദ്ധിക്കത്തുമില്ല. മൂന്നാമതായിട്ട് ഇതുപോലെ എന്തെങ്കിലും പിൻബലം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട കൈത്താങ് കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ. അതായത് ഇപ്പോൾ ഭൗതികപരമായിട്ട് പുറകെ നിൽക്കുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിൽ കാണും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മൾ ഉറപ്പാക്കണം. അറ്റ്ലീസ്റ്റ് എഴുത്ത്, വായന, ഗുണനം, അതുപോലെ തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ അവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം നോക്കണം കേട്ടോ. അതാണ് ഈ ഒരു കാര്യത്തിൻ്റെ അതുകൂടി കൂടുതലായിട്ടും പറയുന്നത്. ഇത് ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എല്ലാം ബയോളജി പരമുള്ള കാര്യങ്ങളാണ്. ഇവിടുന്ന് അങ്ങനെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചോദിക്കുന്ന വളരെ വളരെ കുറവാണ്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ സൈക്കോളജിക്കകത്തുണ്ട്. അല്ല സൈക്കോളജി പേപ്പർ ബയോളജി കണ്ടെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ റോങ് എന്ന് പറയരുത്. ബയോളജിക്കലായിട്ട് എങ്ങനെയാണ് സൈക്കോളജി കണക്റ്റ് ആയിരുന്നെന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞില്ലേ NLP. എന്താണ് NLP എന്ന് പറഞ്ഞാൽ? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം? ഇപ്പോൾ നമുക്കറിയാം ഓരോ കാര്യങ്ങളല്ലേ ഭൗതിക ശാസ്ത്രത്തിലും അതുപോലെ തന്നെ പല ശാസ്ത്രജ്ഞന്മാരും ഇരുന്ന് ഓരോ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ സമയത്തും. അങ്ങനെ ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കമ്പ്യൂട്ടർപരമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വിഷ്വലും അതുപോലെ തന്നെ ഓഡിറ്ററിയും അതുപോലെ തന്നെ ഈ കൈനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് കേട്ടോ. കണ്ടോ, 20ാം നൂറ്റാണ്ട് നിരവധി കണ്ടുപിടുത്തങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ. കമ്പ്യൂട്ടർ, TV, മൊബൈൽ ഫോൺ എന്നിവ അവയിൽ ചെയ്തതാണ്. ഇതിന് സമാന്തരമായി മനഃശാസ്ത്ര രംഗത്തുണ്ടാക്കിയ വികാസമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമുകൾ നയിച്ചത്. 1972-75 കാലത്ത് അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമും മനഃശാസ്ത്രവും പഠിച്ചിരുന്ന റിച്ചാർഡ് ബാർട്ടലും അതേ യൂണിവേഴ്സിറ്റിയിൽ ഭാഷാശാസ്ത്രം പഠിച്ചിരുന്ന ജോൺ ഗ്രിൻഡ്രില്ലറും ചേർന്ന് ആവിഷ്കരിച്ചാണ് NLP. ഇവരുടെ പേര് ഓർത്ത് വെക്കണം കേട്ടോ. റിച്ചാർഡ് ബാർട്ടലും ജോൺ ഗ്രിൻഡ്രില്ലറുമാണ് NLP ആവിഷ്കരിച്ചത്. ഇത് വിദ്യാഭ്യാസത്തിലും വ്യക്തിത്വ വികസനത്തിലും വ്യാപകം ഉപയോഗിക്കുന്നു. ഉയർന്ന നിലവാരത്തിലെത്താനുള്ള കലയും ശാസ്ത്രവുമാണ് NLP. കണ്ടോ, ഉയർന്ന നിലവാരത്തിലെത്താനുള്ള കലയും ശാസ്ത്രത്തിനും പറഞ്ഞ പേരാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. നോക്കിയേ, ഓരോ വ്യക്തിക്കും വികസിക്കാനുള്ള അവസരം NLP നൽകുന്നു. കുട്ടികൾ പഠിക്കുന്നത് പ്രധാനമായും കാഴ്ച, കേൾവി, സ്പർശനം എന്നിവയിലൂടെയാണ്. ചില ആത്മഭാഷണം ഉപയോഗിക്കപ്പെടാറുണ്ട്. ഓരോ കുട്ടിക്കും ഇവയിൽ ഒന്ന് പ്രധാന രീതിയായിരിക്കും. നിലവിലുള്ള പഠനരീതിയിൽ കാഴ്ചയും ശബ്ദത്തിനുമാണ് പ്രാധാന്യം നൽകി വരുന്നത്. അതുകൊണ്ട് നമ്മൾ വിഷ്വലി ആൻഡ് കൈനറ്റിക് എയ്ഡ് നമ്മൾ ക്ലാസ് മുറിയിൽ കൊടുക്കുന്നത്. എന്നെ ഈ പറഞ്ഞ ICT പോലെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നമ്മൾ ക്ലാസ് മുറിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് പറയുന്ന കാര്യം ഇതാണ്. ഇവരിൽ എന്താണ്, ചിലർ കണ്ടു പഠിക്കും, ചിലർ കേട്ട് പഠിക്കും, ചിലർ സ്പർശിച്ചു പഠിക്കും, ചിലർ കണ്ടും കേട്ടും സ്പർശിച്ചും പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലുള്ള രീതികൾ നമ്മൾ ക്ലാസ് മുറിയിൽ ഇറക്കണം. നിലവിലുള്ള പഠനരീതികൾ കാഴ്ചയും ശബ്ദത്തിനാണ് പ്രാധാന്യം നൽകി വരുന്നത്. NLPയിൽ സ്പർശനവും ആത്മഭാഷണവും പ്രയോജനപ്പെടുത്തുന്നു. ഈ 4 മേഖലകളും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. അതായത് ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവ എല്ലാ രീതിയിലുള്ള പഠനം നമ്മൾ ഉറപ്പാക്കുകയാണല്ലോ. കണ്ടുപഠിക്കാനും കേട്ടുപഠിക്കാനും തൊട്ടറിഞ്ഞ് പഠിക്കാനും അനുഭവിച്ച് പഠിക്കാനും ചെയ്തു പഠിക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അവർ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ഈ രീതികൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് ആപ്ലിക്കബിൾ ആക്കുന്നുള്ളൂ. അല്ലാതെ എല്ലാ കാര്യത്തിലും നമുക്കിത് ഇങ്ങനെ ചെയ്യുക എന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് NLP ഈ കാര്യം പറഞ്ഞവിടെ നിർത്തിയുള്ളൂ കേട്ടോ. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നാണ് NLP പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനിയും നിങ്ങൾ മുഖ്യമായും ആശയത്തെ ആശ്രയിക്കുന്ന പഠനരീതിയായിരുന്നു കണ്ടെത്താം. നോക്കിയേ, ഒരേ വലുപ്പമുള്ള 3 ഖണ്ഡികൾ മറ്റൊരാൾ വായിക്കുന്നത് കേട്ടിട്ട് ആശയം ഒരു പേപ്പറിൽ കുറിക്കുന്നത്. എത്ര മാത്രങ്ങൾ ആശയങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കുക. അത് ഞാനിപ്പം കുറച്ച് വേർഡ്സ് ഇവിടെ പറയുക. ഇതിൽ എത്ര വേർഡ്സ് നിങ്ങൾ ഓർത്തെടുത്ത് നിങ്ങളതിൽ കുറിക്കാൻ പറ്റുന്നു എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും
രണ്ടാമത് ഖണ്ഡിക സ്വന്തം വായിച്ച് ആശയങ്ങൾ രേഖപ്പെടുത്തുക. കണ്ടു വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ആശയങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറയും. അതായത് വീണ്ടും ആ പറഞ്ഞ വാക്കുകൾ നിങ്ങളിങ്ങനെ വാങ്ങിക്കുന്നു, നിങ്ങളത് കണ്ണു വായിക്കുന്നു, വീണ്ടും നിങ്ങൾ രേഖപ്പെടുത്തി നോക്കുന്നു. അത് രണ്ടാമത്തെ രീതി. ഇനിയും മൂന്നാമത്തെ ഖണ്ഡിക പകർത്തി എഴുതിയ ശേഷം ആശയങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ്. എത്രത്തോളം ആശയങ്ങൾ വന്നു എന്ന് വിലയിരുത്തുക. മൂന്നാം ചെയ്യണം, ഓരോ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നമ്മുടെ ബുക്കിൽ എഴുതി വെക്കണം, അതിനെ പകർത്തി എഴുതണം, എന്നിട്ട് നമ്മൾ അതിനെ വിലയിരുത്തണം. ഇനിയും ഇവിടെ നമ്മൾ ചോദിക്കണം, നമ്മൾ ക്ലാസ് മുറി വേണം ചെയ്തു നോക്കാൻ പറ്റും നമ്മുടെ കുട്ടികളിൽ ഏത് തരത്തിലുള്ള പഠനരീതിയാണ്. അവിടെ നോക്കി ഈ 3 പ്രവർത്തനത്തിൽ ഏതിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സംശീകരിക്കാൻ സാധിച്ചത് നോക്കുക. അതാണ് പഠനത്തിൽ നിങ്ങളുടെ ലീഡ് സിസ്റ്റം. അതായത് ആ സിസ്റ്റത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം കേട്ടാണ് കൂടുതൽ കാര്യം മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ ആ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ്. ഇപ്പം കണ്ടു പഠിച്ചാണ് നിങ്ങൾ കൂടുതൽ കാര്യം ഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ആ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ്. ഇൻ കേസ് നിങ്ങൾ പകർത്തി എഴുതിയാണ് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ആ ഒരു ഗണത്തിൽപ്പെടുന്നത്. സോ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ക്ലാസ് മുറിയിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്ന പ്രവർത്തികൾ നമ്മുടെ കുട്ടികളുടെ ഈ പറയുന്ന രീതി എങ്ങനെയാണെന്നറിയാം, ലീഡ് സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നോക്കിയേ. ലീഡ് സിസ്റ്റം മനസ്സിലാക്കി അതനുസരിച്ച് പഠനത്തിൽ ഏർപ്പെടുന്ന കുട്ടിക്ക് ആശയ സ്വീകരണത്തിന് എളുപ്പം അനുഭവപ്പെടും. അതായത് ഒരു കാര്യത്തെ പുതിയതായിട്ട് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് അവൻ വലിയ പാട് കാണത്തില്ല. അവൻ്റെ ലീഡ് സിസ്റ്റം അവൻ മനസ്സിലാക്കി. ഇപ്പോൾ കണ്ടു പഠിക്കുന്നവരാണെങ്കിൽ കണ്ടാൽ മാത്രം മതി, അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കും. കേട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ മതി, അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കും. എഴുതി പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം പോകും, പക്ഷേ അങ്ങനെ പകർത്തി എഴുതിയാൽ അവർക്ക് ആശയങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. ഇനിയും 3 സിസ്റ്റങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുമ്പോഴാണ് പഠനം ഫലപ്രദമായ രീതിയിൽ നടക്കുന്നത്. അതോടൊപ്പം വിഷ്വലൈസേഷൻ, മനോചിത്ര രൂപീകരണം ചെയ്യാനുള്ള കഴിവ് കൂടി വർദ്ധിപ്പിക്കാനുണ്ട്. എന്താണ് ഒരാൾക്ക് നേടിയെടുക്കേണ്ടത് അത് മനസ്സിൽ ചിത്രീകരിക്കുന്നതാണ് മനോചിത്രം. പഠിച്ച കാര്യങ്ങളെ പല വർണ്ണങ്ങളിൽ പല വലുപ്പത്തിൽ മനസ്സിൽ ചിത്രീകരിക്കാം. എത്രമാത്രം ശക്തമായി ആവിഷ്കരിക്കുന്നു അത്രയും ശക്തമായി അവ മനസ്സിൽ നിലനിൽക്കും. അതായത് എത്രമാത്രം ആവശ്യത്തോടെ നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുന്നു അത്രമാത്രം ആവശ്യപരമായിട്ട് നമ്മുടെ മനസ്സിൽ അത് നിലനിൽക്കുന്നതാണ് ഇവിടെ എന്താണ് ലീഡ് സിസ്റ്റം അഥവാ NLP മുഖേന പറയുന്നത്. ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനിയും ഒരു ലാസ്റ്റ് കാര്യം, ട്രാൻസാക്ഷൻ അനാലിസിസ്, അതായത് വിനിമയ വിശകലനം. ഇവിടെ 3 പേരുടെ സംഭാഷണം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഒരാൾ പറയുന്ന കാര്യമാണ്, ഭർത്താവ് പറയുവാണ്, ഭർത്താവ് ഇന്ന് എന്തൊരു ചൂടാ. അപ്പോൾ ഭാര്യ പറയുന്നത് എന്താണ്, എത്ര ദിവസമായി മഴ പെയ്തിട്ട് ചൂട് സഹിക്കാനാവുന്നില്ല. ശരിയല്ലേ? ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. അതായത് ഇത്ര ദിവസം മഴയായിരുന്നു, പക്ഷേ ഇന്നത്തെ ചൂട് കണ്ടമാനം ഭയങ്കര ചൂടാണ് നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് എന്താണ് നമ്മുടെ ബാക്കിയുള്ളവരും പറഞ്ഞു ഇത്രയും ദിവസം മഴ പെയ്യേണ്ടായിരുന്നു കുഴപ്പം, അതുപോലെ തന്നെ ഇപ്പം പറയുന്നത് മഴ മാറി വെയിൽ വന്നപ്പോഴത്തേക്കും വഴിയാന്ന് പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടോ, എല്ലാവരുടെയും മെൻറ്റാലിറ്റി ഒന്ന്, ഒരു കുടുംബത്തിൻ്റെ തന്നെ മെൻറ്റാലിറ്റി ഒന്നായിട്ട് മാറും ഇവിടെ അല്ലേ. ഇന്ന് എന്തൊരു ചൂടാന്ന് പറയുമ്പോൾ ഭാര്യ പറയുന്നു എത്ര ദിവസമായി മഴ പെയ്തിട്ട് ചൂട് സഹിക്കാനാവുന്നില്ല. അതായത് അവരുടെ മെൻറ്റാലിറ്റി അവിടെ സെയിമാണ്, ഒരേപോലെ നമ്മൾ പറയുന്നത് ഇപ്പോൾ പുതിയ ടീമിൽ പറഞ്ഞ ഒരേ വൈബ് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഭാര്യയും ഭർത്താവും. രണ്ടാമത്തെ കുടുംബത്തിൽ കണ്ടോ, ചായ ചൂടോടെ തന്നൂലേ. അവരുടെ ഭാര്യ പറയുന്നുണ്ടോ സമയത്ത് വീട്ടിൽ വന്നിട്ട് വേണ്ടേ, അല്ലെങ്കിൽ ഒന്നും ഇഷ്ടമാറില്ലല്ലോ. സംഭവം നമ്മുടെ എല്ലാം വീട്ടിൽ മിക്കപ്പോഴും രാത്രിയിലും രാവിലെയൊക്കെ നടക്കുന്ന കാര്യമാണ്, നിനക്കൊന്നും ചൂടാക്കി തന്നൂടെ. അപ്പോൾ ഭാര്യ എന്താ പറയുന്നത്, തിരിച്ച് ദേഷ്യപ്പെടുവാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് സമയത്ത് കയറി വന്നൂടെ, അല്ലെങ്കിൽ ഒരു കാര്യം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇഷ്ടമാകത്തില്ലെന്നുള്ള ഡയലോഗ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇല്ലേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കുടുംബം. അതായത് ഇവിടെ ഒരാൾ ചൂടാവും മറ്റേ ആൾ ഓട്ടോമാറ്റിക്കലി ചൂടാവുന്നു. ഇവിടെ ഒരേ വൈബല്ല, സെയിം വൈബല്ല, നമ്മൾ പറയുന്ന പിശാചുക്കളെ പോലെയാണ് കാണുന്നത്. ഇനി അടുത്ത 3ാമത്തെ കുടുംബം കണ്ടോ, ലൂസിഫറിൻ്റെയൊക്കെ കൂട്ടമാണ്. ഭക്ഷണം ഇതുവരെ റെഡിയായില്ലേ, ഞാനൊരു മനുഷ്യസ്ത്രീയാണ് കണ്ടോ, അവിടെ ഭയങ്കര കട്ടക്കലിപ്പ്. ഇത് കലിപ്പാണെങ്കിൽ ഇത് കട്ടക്കലിപ്പാണ്. ഭക്ഷണം ഇതുവരെ റെഡിയായില്ലെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയുകയാണ് ഞാനൊരു മനുഷ്യസ്ത്രീയാണ്, എനിക്ക് സമയം വേണം, നിങ്ങൾക്ക് അവിടെ ചുമ്മാ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കുത്തി ഇരിക്കുമല്ലായിരുന്നു, നിങ്ങളുടെ കാര്യമെല്ലാം അറിയുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് 3ാമത്തെ കുടുംബം. ഈ 3 കുടുംബം വായിച്ചു നോക്കാൻ എന്തൊക്കെ ഐഡിയ കിട്ടിയില്ല, അതാണ് പറയുന്നുണ്ടോ. മുകളിൽ പറഞ്ഞ സംഭാഷണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1ാമത്തെ സംഭാഷണം പറയുന്നുണ്ടോ, പരസ്പരം വികാരങ്ങൾ മനസ്സിലാക്കി ഒരേ മാനസികാവസ്ഥയിലുള്ള സംഭാഷണമാണ്, അതായത് ഒരേ വൈബുള്ളവർ നമ്മൾ പറഞ്ഞത്. ഇനിയും 2ാമത്തെ കുടുംബമാണെങ്കിലോ, ചായയുടെ കാര്യം പറഞ്ഞവരാണെങ്കിലോ, കുറ്റപ്പെടുത്തലും ശാസിക്കലും അകൽച്ചയും ഉളവാക്കുന്ന സംഭാഷണമാണ് അവിടെ ഉള്ളത് ഉണ്ടോ. അതായത് അവിടെ ഒരു കുറ്റപ്പെടുത്തലുണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വന്നൂടെ, ഞാനിവിടെ എന്നാ വേറെ ചൊറിയും കുത്തി ഇരിക്കുമായിരുന്നോ, നിങ്ങൾക്ക് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇഷ്ടമാകത്തില്ലേ എന്നൊക്കെ കുത്തി പറയുക. പിന്നെ ശാസിക്കുക, ദേഷ്യപ്പെടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ത് ചെയ്യും, അകൽച്ചയുളവാകും. ഇനി 3ാമത്തെ കമ്പ് കണ്ടോ, ഒളിയമ്പുകൾ എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മൾ പറയത്തില്ലേ പാര പണിയുക ഉണ്ടോ. ഉപരിതലത്തിലുള്ള ആശയങ്ങളുടെ പിന്നിൽ മറ്റൊരു സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട്, കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനിയുണ്ട് കണ്ടോ. ഇതുവരെ ഭക്ഷണം റെഡിയായില്ലെന്ന് പറയുമ്പോൾ എന്താണ്, ഞാനൊരു മനുഷ്യസ്ത്രീ എന്ന് പറയുമ്പോൾ ഭർത്താവ് വന്ന് തന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ എന്നൊരു കോൺസെപ്റ്റ് അതിൻ്റെ അത് വരുന്നുണ്ട്, ശരിയല്ലേ. പക്ഷേ തിരിച്ച് ചിന്തിച്ചാൽ ഭർത്താവ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് എന്നാ ചേട്ടാ തീരാറായോ, എപ്പോഴാണ് തീരുന്നേ, ഞാൻ അപ്പോഴത്തേക്ക് റെഡിയാക്കിയാൽ പോരെ, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല കണ്ടോ. അപ്പം എന്താണ്,
അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിയമ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ കുത്തുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മുറുകെപ്പിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ രീതിയിലുള്ള വ്യക്തികൾ അവരുടെ ഏറ്റവും ബന്ധം ഊഷ്മളമാകണമെങ്കിൽ ഏത് രീതിയാണ് നല്ലത്? നിങ്ങളൊന്ന് പറഞ്ഞു, ഇതിൽ ഏത് രീതിയായിരിക്കും നല്ലത്? ഒന്നാമത്തെ കുടുംബമാണോ, രണ്ടാമത്തെ കുടുംബമാണോ, മൂന്നാമത്തെ കുടുംബമാണോ? കുടുംബജീവിതം അല്ലെങ്കിൽ ഈ ഒരു വിനിമയ വിഷയങ്ങൾ അല്ലെങ്കിൽ പരസ്പരം നമ്മൾ കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഏത് കുടുംബമാണ്? ഏത് കുടുംബമാണ്? ഒന്നാം കുടുംബമാണോ, രണ്ടാം കുടുംബമാണോ, മൂന്നാം കുടുംബമാണോ? ഒന്നാമത്തെ കുടുംബം. നമുക്കെല്ലാവർക്കും അറിയാം, ശരിയല്ലേ? അതായത് പരസ്പരം അറിഞ്ഞ് സഹകരിച്ച് ജീവിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഒന്നാമത്തെ കുടുംബം. ഒബ്വിയസ്ലി അത് തന്നെയാണ് എല്ലാവർക്കും ഉത്തരം, ശരിയല്ല? അപ്പം ഉള്ളിലെ ഭാവങ്ങളാണ് സംഭാഷണത്തിൽ നിലനിൽക്കുക. ആശയവിനിമയ രീതികൾ മെച്ചപ്പെടുത്തിയാൽ വ്യക്തിബന്ധങ്ങളും ആരോഗ്യപരമായിരിക്കും. ഇതൊരു മെസ്സേജേ ഉള്ളൂ കേട്ടോ. ഇതിനെ സഹായിക്കുന്ന മനഃശാസ്ത്ര രീതിയാണ് എന്ത്? ട്രാൻസാക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ വിനിമയ വിശകലനം എന്ന് പറയുന്നത്. നമ്മുടെ അതിനും ഒരു മനഃശാസ്ത്ര ശാഖയുണ്ട്. ആ മനഃശാസ്ത്ര ശാഖ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇത് നടത്തുന്ന സൈക്കോളജിസ്റ്റുകളുണ്ട് കേട്ടോ. ട്രാൻസാക്ഷൻ, അതായത് നിങ്ങളെ വാക്കുകളെ നിയന്ത്രിക്കുക, പെരുമാറ്റം നന്നാക്കുക, ആ ഒരു രീതി കേട്ടോ. ഇനിയും വ്യക്തിബന്ധങ്ങളെയും വ്യക്തികൾ തമ്മിലുള്ള വ്യവഹാരങ്ങളെയും ആധാരമാക്കിയുള്ള എറിക് ബേണിൻ്റെ ആശയങ്ങൾ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട സിദ്ധാന്തമാണ് വിനിമയ വിശകലനം. സ്വന്തം വിനിമയത്തെ വിശകലനം ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള മാനസിക ഭാവങ്ങളെ മനസ്സിലാക്കി ഉൾക്കാഴ്ച നേടി പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്തുന്നത് സഹായിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ട്രാൻസാക്ഷൻ. അതായത് നമ്മളിൽ എന്ത് തെറ്റുണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി ആ തെറ്റുകൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് ജീവിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? വിനിമയ വിശകലനം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. പെരുമാറ്റത്തെയും വിനിമയത്തെയും വിശകലനം ചെയ്ത് എറിക് ബെയ്ൻ വ്യക്തിത്വത്തിൻ്റെ 3 ഘടകങ്ങളാക്കി വിശദീകരിച്ചു. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 1 പ്രതിഭാവം, 2 ശിശുഭാവം, 3 പക്വഭാവം. എന്താണ് പ്രതിഭാവം എന്ന് പറഞ്ഞാൽ? ഇവിടെയുണ്ട്, നമുക്ക് കാണാൻ പറ്റും. 3 കാര്യങ്ങളോട് നമുക്ക് പറയാം. എന്താണ്? ഒന്നാമത്തേതാണ് പക്വഭാവം, അതായത് അഡൽട്ട്ഹുഡ്. കണ്ടോ? യാഥാർത്ഥ്യ ബോധത്തോടെ വസ്തുനിഷ്ഠമായ വിവരങ്ങളെ ആശ്രയിച്ചാണ് ഒരാൾ പെരുമാറുകയും ചിന്തിക്കുകയും വികാരങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പക്വഭാവം. എന്ന് പറഞ്ഞാൽ പക്വത, മെച്യൂരിറ്റി എന്നർത്ഥം. മെച്യൂരിറ്റി ചെയ്യുന്ന ഒരാൾ എന്താണ്? യാഥാർത്ഥ്യ ബോധത്തോട് ചിന്തിക്കും, അല്ലേ? അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ അവർ വിശകലനം ചെയ്യും, പിന്നെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കും. അതാണ് പക്വഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പ്രതിഭാവം. എന്താണ്? രക്ഷിതാക്കളിൽ നിന്നും മുതിർന്നു നിന്നും ഒരാൾ ഉൾക്കൊണ്ടിട്ടുള്ള മനോഭാവങ്ങളും പെരുമാറ്റവും അടങ്ങിയതാണ് പ്രതിഭാവം. ഇവ ആന്തരികമായി വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നു. പോറ്റുന്നതും ലാളിക്കുന്നതും സഹായിക്കുന്നതും ഭരിക്കുന്നതുമായ ഭാവമാണ്. അതായത് ഒരു അപ്പന്മാരുടെ കാര്യം ഓർത്താൽ മതി, പ്രതിഭാവം എന്ന് ഓർത്താൽ മതി. പേരൻ്റ് ഉണ്ടോ? മോന് വലിയ ആളാവേണ്ട, നന്നായി പഠിച്ച് മിടുക്കലാവണം എന്ന് പറയുന്ന വാത്സല്യഭാവമുള്ള ന്യൂട്രിറ്റിംഗ് പേരൻറ്റും പരീക്ഷയിൽ മാർക്ക് പറയാൻ നിനക്ക് വീട്ടിൽ ഒരു സ്ഥാനവും തരില്ല എന്ന് പറയുന്ന വിമർശക പിതാവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പേരൻറ്റും പ്രതിഭാവത്തിലുണ്ടല്ലോ. 2 കൂട്ടർ എൻ്റെ അകത്ത് വരാം. ഒന്നെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്ന ആളും വരാം, മോശം കാര്യങ്ങൾ പറയുന്ന ആളും പ്രതിഭാവത്തിനകത്ത് വരാം. രക്ഷിതാക്കളുടെ കാര്യമാണ്. മൂന്നാമത്തെ ശിശുഭാവം. എന്താണ്? കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, പ്രതികരണങ്ങൾ, തോന്നലുകൾ, മനോഭാവങ്ങൾ തുടങ്ങിയ അടങ്ങിയ ഭാവമാണ് ശിശുഭാവം. ആസ്വാദത, അതിശയം, സന്തോഷം, മറ്റ് വികാരങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണ് എന്ത്? ശിശുഭാവം എന്ന് പറയുന്നത്. ഇവ 2 തരമുണ്ട്. 1 സ്വതന്ത്ര ശിശു, 2 അനുരൂപ ശിശു. എന്താണ് സ്വതന്ത്ര ശിശു എന്ന് പറഞ്ഞാൽ? സ്വതന്ത്രമായി ഭയം കൂടാതെ ആശയങ്ങളെയും തോന്നലുകളെയും പ്രകടിപ്പിക്കുന്നത് സ്വതന്ത്ര ശിശുവാണ്. ഉദാഹരണം: സന്തോഷമുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഹായ്, എന്തു നല്ലതെന്ന് പറയുന്നു. അതിശയിപ്പിക്കുന്ന അനുരൂപ ശിശു പൊരുത്തപ്പെട്ടവനാണ്. പരിസരത്തെ പഠിച്ച് അതിനോടൊപ്പം പെരുമാറുന്നതാണ് എന്ന് പറയുന്നത് അനുരൂപ ശിശു എന്ന്. അപ്പം 2 ശിശുക്കളുണ്ട്. 1 സ്വതന്ത്ര ശിശു, 2 അനുരൂപ ശിശു. എന്താണ് സ്വതന്ത്ര ശിശു എന്ന് പറഞ്ഞാൽ? സ്വതന്ത്രമായി യാതൊരു ഭയം കൂടാതെ, ഈസ് എ ഫ്രീഡം പേഴ്സൺ എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് സ്വതന്ത്ര ശിശു. ഇനി അനുരൂപ ശിശു എന്ന് പറഞ്ഞാലോ? അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം. അതായത് നമ്മൾ പരിസരത്തെ പഠിച്ച് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ പഠിച്ച് അങ്ങനെ അവരുമായിട്ടുള്ള പൊരുത്തപ്പെട്ട് പോകുന്നതാണ് എന്ത്? അനുരൂപ ശിശു എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് അച്ഛൻ വീട്ടിലുള്ളപ്പോൾ അനുസരണയുള്ള കുട്ടിയില്ലാത്തപ്പോൾ അനുസരണക്കേട്. അതായത് ടീച്ചർ ക്ലാസ്സിലുള്ളപ്പോൾ കുട്ടികൾ മിണ്ടായിരിക്കും, ക്ലാസ്സിൽ നിന്ന് പോകുമ്പം വേറെ സ്വഭാവങ്ങളാണെങ്കിൽ അത് തന്നെ ഉദ്ദേശിക്കും കേട്ടോ. ഈ ഓരോ ഭാവങ്ങളിൽ നിന്നും വ്യക്തിക്ക് അനുഭവിക്കാനും ശ്രദ്ധിക്കാനും നോക്കാനും പ്രതികരിക്കാനും കഴിയും. എങ്കിലും കൂടുതൽ സമയം ഏതെങ്കിലും ഒരു ഭാവത്തിലായിരിക്കുന്ന വ്യക്തിയുടെ വിനിമയം പ്രകടനം. അതായത് നമ്മൾ പറയത്തില്ലേ, പുറമേ കാണുന്ന ആളല്ല, പക്ഷേ എങ്ങോട്ട് വരുമ്പം പുറത്തിലേക്ക് വരുമ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ മറ്റൊരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ പറയുന്നത്, നമ്മൾ സൈക്കോളജിക്കകത്ത് നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ എന്താണ് നമ്മുടെ ഈഗോ, സൂപ്പർ ഈഗോ പഠിച്ചതല്ലേ? അതിനകത്ത് നമ്മൾ കണ്ടത് അഹം, അത്യഹം, അതുപോലെ തന്നെ
ഇതും അല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ അബോധ മനസ്സും ഉബോധ മനസ്സും ഇതെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കിടന്നാൽ നമ്മൾ ഇപ്പോൾ ഓർത്തൊന്നും വരില്ല, പക്ഷേ ഒരു സിറ്റുവേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒബ്വിയസ്ലി അത് ഓർത്തെടുത്ത് അനുസരിച്ച് നമ്മൾ പെരുമാറാണ്ട് തോന്നും കേട്ടോ. അതാണ് ഈ പറയുന്ന കാര്യങ്ങളോടെ പറയുന്നത്. ഇനിയും വ്യക്തികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ കണ്ടതായി ഭാവിക്കാതിരിക്കുകയോ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള അംഗീകാരം സ്ട്രോക്ക് എന്നറിയപ്പെടുന്നു. രണ്ടോ അതിൽ കൂടുതലോ സ്ട്രോക്കുകൾ അടങ്ങിയതാണ് വിനിമയം, അതായത് ട്രാൻസാക്ഷൻ. ഇവ പൂരകമോ വിരുദ്ധമോ നിഗൂഢമോ ആകാം. അതായത് രണ്ട് പേര് കാണുമ്പോൾ അവിടെ പല കാര്യങ്ങൾ വരും. ഒന്നെന്താണ്? പൂരകം, പരസ്പര വികാരങ്ങൾ മനസ്സിലാക്കി ഒരേ മാനസികാവസ്ഥയുള്ള സംഭാഷണം. അയ്യോ നിനക്കങ്ങനെ പറ്റിയോ, ഞാനും അങ്ങനെ നിൻ്റെ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു, അവനോട് കുറച്ച് നേരം ഇരിക്കുന്നു, അവനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു. അതൊക്കെ എന്താണ്? ഈ പറയുന്ന പൂരകമാണ്. രണ്ട്, കുറ്റപ്പെടുത്തലും ശാസിക്കലും. എന്നാൽ അച്ഛൻ മരിച്ചില്ലേ, എന്നാൽ എൻ്റെ പേര് ഇങ്ങനേക്ക് ഞാനങ്ങ് പോക്കോളാം കണ്ടോ, അങ്ങനെ പറയുകയാണല്ലോ. എന്താണ്? ഒരു വിരുദ്ധമാണ്, ക്രോസ്ഡാണ് കണ്ടോ. ഒരാൾ നേരെ വരുമ്പോൾ അങ്ങോട്ട് തിരിച്ച് ക്രോസ് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ കുറ്റപ്പെടുത്തൽ ശാസിക്കൽ അകൽച്ചയുണ്ടാകുന്ന സംഭാഷണമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിരുദ്ധം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നിഗൂഢം. എന്താണ്? ഇവിടെ ഒരേ സമയം രണ്ടിൽ കൂടുതൽ ഭാഗങ്ങൾ തമ്മിൽ വിനിമയം നടത്തുന്നു. ഉപരിതലത്തിലുള്ള വിനിമയത്തിൻ്റെ പിന്നിൽ മറ്റൊരു സന്ദേശം ഉൾക്കൊള്ളും. നമ്മൾ പറയത്തില്ലേ എന്താണ്? അക്കരെ പോവുകയും ചെയ്യണം, എന്നാൽ ഇക്കരെ ഇരിക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ. അതായത് ഇവിടുത്തെ പുല്ല് തിന്നുമ്പോൾ അപ്പുറം നോക്കുമ്പോൾ അവിടെ നല്ലതാന്ന് തോന്നും, അവിടെ നിൽക്കുമ്പോൾ ഇപ്പുറം നല്ലതാന്ന് തോന്നും അല്ലേ. അപ്പം അങ്ങനെ ഒരേ സമയം രണ്ടിൽ കൂടുതൽ ഭാഗങ്ങൾ വിനിമയം ചെയ്യും. നമ്മളോടൊക്കെ ചില ആൾക്കാർ നമ്മളൊക്കെ കൊള്ളിച്ച് പറയും അല്ലേ. അതായത് ആ ഒരു കാര്യം പറയുന്നതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വലിയൊരു കുടുംബത്തിൽ ഒരു അച്ഛൻ മരിച്ച് സ്വത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്ന മൂത്ത മോൻ ഇളയ മോനോട് പറയുകയാണ്, എന്നാൽ എനിക്ക് കിട്ടാനുള്ള കിട്ടുമായിരുന്നു, ഞാൻ പൊക്കോളായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ രണ്ടർത്ഥമുണ്ട്. ഒന്ന് അവൻ്റെ വീതം കിട്ടണം അല്ലേ, അല്ലെങ്കിൽ അവനവിടുന്ന് ഭാര്യയും മക്കളെല്ലാം കൂട്ടി പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിക്കണം. കണ്ട ആ ഒരു രീതിയിലൂടെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? നിഗൂഢം. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പിച്ച് നമ്മുടെ സംഭാഷണത്തിൽ പറയുന്നതിന് പറയുന്ന പേരാണ് നിഗൂഢം എന്ന് പറയുന്നത്. ഇനിയും തന്നെക്കുറിച്ചും തൻ്റെ കഴിവിനെക്കുറിച്ചുമുള്ള ഓരോ വ്യക്തിക്കും ചെറുപ്പത്തിൽ തന്നെ ചില ആശയങ്ങൾ രൂപപ്പെടുന്നു. ഇത്തരത്തിലുള്ള 4 കാഴ്ചപ്പാടുകളുണ്ട്. ഇവ ജീവിത നിലപാടിലെ ലൈഫ് പൊസിഷൻസ് എന്നറിയപ്പെടുന്നു. ഇത് 4 തരത്തിലുണ്ട്. അതായത് നമ്മളിപ്പം എല്ലാവരും ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എന്താണ്? ഞാൻ ശരിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളും ശരിയാണ്. അതിന് ഏറ്റവും നല്ലത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ മതി കേട്ടോ. എന്താണ്? ഞാൻ ശരിയായിട്ട് തന്നെ നിങ്ങൾ ശരിയാണ്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അടുത്തെന്താണ്? ഞാൻ ശരിയാണ് പക്ഷേ നിങ്ങൾ ശരിയല്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ അല്ലേ, ഓപ്പോസിഷൻ ചെയ്തില്ല ആ ഒരു കാര്യം. ഇനിയും ഞാൻ ശരിയല്ല പക്ഷേ നിങ്ങൾ ശരിയാണ്. അത് കുറച്ചുകൂടി വികാല മനസ്സതയുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഞാൻ അത്ര ശരിയല്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ല ശരിയാണെന്ന് പറയാനായിട്ട്. ശരിയില്ല, ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണോ? അല്ല. അടുത്ത നോക്കിയേ, ഞാൻ ശരിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയല്ല. ഉണ്ടോ? നമ്മളങ്ങ് അടിച്ചേൽപ്പിക്കുക. ഐ എം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങൾ ശരിയല്ല. അപ്പം ഇങ്ങനെ 4 കാഴ്ചപ്പാടുകളാണ് നമ്മുടെ സമൂഹത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ടുവന്നത്. ഇതൊന്നും പഠിക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് കണ്ടാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയും ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ചില കുട്ടികൾ ഇത് കാണാൻ പറ്റും. എൻ്റെ പെൻസിൽ ഞാൻ കൊണ്ടുവന്നില്ല അതുകൊണ്ട് നീ ഒന്ന് പെൻസിൽ എടുക്കണ്ട. ആ കൊച്ചു ഏതാണ്? ഞാനും നീയും ശരിയല്ല എന്ന രീതിയിലാണ്. ചിലർ പറയും എൻ്റെ ഇല്ല അതുകൊണ്ട് നീ എഴുതി കഴിഞ്ഞില്ല, എനിക്ക് തന്നാൽ മതി. എന്താണ്? ഞാൻ ശരിയല്ല നിങ്ങൾ ശരിയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പറയാണ് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നീയും കൂടി നിനക്കൂടി കിട്ടുമല്ലോ. അതെന്താണ് ഒന്നാമത്തെ പോയിന്റ് വരുന്നത് അല്ലേ. എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നീ എഴുതണ്ട. അങ്ങനെ വരുവാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് വരും. കണ്ടോ? ഇങ്ങനെ നമ്മുടെ ക്ലാസ് മുറിയിലുള്ള കുട്ടികളുണ്ട്, അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണം? ഈ ഒന്നാമത്തെ ലൈഫ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറയണം. അതായത് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് അവനെ കൊണ്ടുവരേണ്ട. അല്ലെ ക്രിട്ടിക്കൽ മനോഭാവം അവൻ്റെ മനസ്സിലേക്ക് രൂപപ്പെടുത്തിയാൽ അവൻ ജീവിതത്തിൽ വളർന്നു പോകുമ്പോൾ എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കും. അത് ജീവിതത്തിൽ എന്താ പറ്റും? പരാജയം, അല്ലെങ്കിൽ ജീവിതത്തിൽ അവനൊരു വില ആൾക്കാർ കൊടുക്കത്തില്ല കേട്ടോ. എല്ലാ കാര്യത്തെയും കുറ്റപ്പെടുത്തി വീട്ടിലും നാട്ടിലും സഹോദരങ്ങളിടയ്ക്കും ബന്ധുക്കാരുടെ ഇടയ്ക്കും അയൽവക്കത്തും എല്ലായിടത്തും ചെന്ന് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് അടിക്കുവാണെങ്കിൽ അവനെ ആൾക്കാരങ്ങനെ ഭാവമൊക്കത്തില്ല. അതാണ് കാര്യം കേട്ടോ. ഇത്തരത്തിലുള്ള നിലപാടുകൾക്കനുസരിച്ചാണ് ഓരോരുത്തരുടെയും പെരുമാറ്റവും കാഴ്ചപ്പാട് നിലകൊള്ളുന്നത്. ഇത്തരം കാഴ്ചപ്പാടുകളെ മാനസിക ഭാവങ്ങളെ മനസ്സിലാക്കി ഉൾക്കാഴ്ച നേടി പെരുമാറ്റങ്ങൾ മാറ്റം വരുത്താൻ വിനിമയ വിശകലന സിദ്ധാന്തം നമ്മളെ സഹായിക്കുന്നു കേട്ടോ. ഇത് പറഞ്ഞ് ഈ പാഠം തീരുകയാണ്. ഒന്നാമത്തെ പാഠം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നവരാണ്. കുറേ പേരുടെ പേര് 52 പേജോളം നമ്മൾ പഠിച്ചു. എത്ര മൊത്തം 53 പേജ് വരും കേട്ടോ ഇതിന്. അതാണ് ഈ ഒരു പാഠം പറയുന്നത്. അപ്പം ഈ ഒരു പാഠത്തിൽ നിന്ന് എവിടെ തുടങ്ങിയതാ? വ്യവഹാരവാദത്തിൽ നിന്ന് തുടങ്ങി, ഘടനാവാദമൊക്കെ കഴിഞ്ഞു, സാമൂഹിക ജ്ഞാനം എന്ന് പറയുന്ന വാദം വന്നു. അവിടുന്ന് നേരെ നമ്മൾ ക്ലാസ് റൂം പ്രസക്തികൾ പറഞ്ഞു. അവിടുന്ന് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, സൈക്കോളജിക്കകത്തുള്ള ന്യൂനന പ്രവണതകൾ വരെ നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഇതാണ് ഈ ഒരു പാഠത്തിൽ നിന്ന്
മനസ്സിലാക്കുന്നത്. മിനിമം ഈ ഒരു പാഠത്തിൽ നിന്നൊരു 5 തൊട്ട് 6 ക്വസ്റ്റ്യൻ വരെ കേട്ടോ, ഈ ഒറ്റ പാഠത്തിൽ നിന്ന് 5 തൊട്ട് 6 ക്വസ്റ്റ്യൻ വരെ ഈ ഒരു പാഠത്തിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു പാഠം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പേർ തിയറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇരുത്തി നിങ്ങളെ പഠനം തന്നത്. സോ നിങ്ങളത് വേസ്റ്റ് ആക്കരുത്. നോട്ട് എഴുതണം, പഠിക്കണം, ഓർത്തെടുക്കണം. ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മയിൽ നിന്ന് ഹ്രസ്വകാലത്തിലേക്ക് മാറ്റണം, അവിടുന്ന് ദീർഘകാലത്തേക്ക് മാറ്റണം. 23-ാം തീയതി വരെ ദീർഘകാല ഓർമ്മയിൽ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ മറന്നു കളഞ്ഞു, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ട ലൈഫ് സ്കില്ല് മാത്രം നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മനോഭാവം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തെടുത്താൽ മതി. അല്ലാതെ ഈ തിയറി ഒന്നും ഓർത്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതുവരേക്ക് നിങ്ങളുടെ ദീർഘകാല ഓർമ്മയെ നിങ്ങൾ വരുത്തണം. അത് വരുത്താനായിട്ടുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. ശേഷം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കോളജിയുടെ 1-ാം പാഠം പറയുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഈ പാഠത്തിൽ? എവിടെയെങ്കിലും ഡൗട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈ പാഠം മൊത്തം എടുത്ത് നോക്കിയിട്ട്